ഇതിനു മുമ്പ് ഞാൻ 8 പാട്ട് ചെയ്തു, എല്ലാം റിജക്ട് ചെയ്തു. ഇത് 9ാമത്തെ പാട്ട്. പിന്നെ എന്റെ അച്ഛൻ ഭയങ്കര എപ്പോഴും പറയാറുണ്ട്, നേരം സിനിമ കണ്ട് പ്രേമം സിനിമയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് പുള്ളി കൺവിൻസ്ഡ് ആവുന്നത്, ഇവൻ ശരിക്കും മ്യൂസിക് ചെയ്യും, പണിയറിയാം തിയേറ്ററിൽ ഇതൊക്കെ നീയാണ് ചെയ്തെന്ന് ചോദിക്കും. രാജേഷ് മുരുകേശൻ മലയാളിയാണ്, തമിഴിലാണ് ഉള്ളത്, നിങ്ങൾ ആരാണ്, എന്താണ്? ആ സാധനമില്ലേ, അത് ആക്ച്വലി പണ്ടത്തെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഞങ്ങളുടെ നെയ്ബറിന്റെ കോളിംഗ് ബെല്ലായിരുന്നു. പണ്ടത്തെ കിളിയില്ലേ, അപ്പൊ ഇവന്റെ മനസ്സിൽ കോളിംഗ് ബെല്ല് അടിച്ചെന്ന് എനിക്ക് കാണിക്കണം. ജോൺസൺ മാഷ് സ്കോർസ് പുള്ളി ഗിറ്റാറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫ് പുള്ളി കാണുന്ന രീതി ഡിഫറെന്റ്. പക്ഷെ അത് എങ്ങനെ ഇതിന് കറക്റ്റ് ആണെന്ന് പുള്ളി വിചാരിച്ചു. തുമ്പികൾ എങ്ങനെ പുള്ളി കറക്റ്റ് ഇതാണെന്ന് പുള്ളി ഇതപ്പാങ്കുത്ത കാര്യം. ഇത് അൽഫോൺസിന് അവനൊരു ഹരമാണ്. അവനൊരു ലവ് സോങ് ചെയ്ത് കൊടുത്താലും ചിലപ്പോ മറ്റേ ബീറ്റ് ചേർക്കടാ നന്നായിരിക്കും. റൊമാൻറ്റിക് പാട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ട്രിക്ക് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഹീറോ ആവണം. രാസാത്തി വന്ന കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്ന തേടുത്. ദ ക്യൂ ഷോ ടൈമിൽ സംഗീത സംവിധായകൻ രാജേഷ് മുരുകേശൻ, വെൽക്കം. താങ്ക് യു. ഹായ്. രാജേഷ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പല പാട്ടുകൾ, സ്കോറുകൾ ഇതെല്ലാം തലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും സെൻസേഷനിലായ ഭയങ്കര, അതായത് ഈ പറഞ്ഞ ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ ഏറ്റുപാടിയ ഡിസ്കഷനായ പാട്ടിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, മലരെ. എനിക്ക് തോന്നുന്നു ആ പാട്ട് സിനിമയിലാണ് നമ്മൾ കാണുന്നത്. ആദ്യം പാട്ട് റിലീസ് ചെയ്യുന്നില്ല, നിങ്ങൾ ആരോ തിയേറ്ററിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഓഡിയോ ആയിരുന്നു വാട്സാപ്പ് ത്രൂ എല്ലായിടത്തും ഷെയർ ആവുന്നത്. ഒരു മലരയുടെ ഒരു വിഷ്വലൊക്കെ പറയുമ്പോൾ ഈ സായിപ്പലയുടെ മുഖം ഇങ്ങനെ നിവിൻ കയ്യിൽ പിടിക്കുന്നത് ഭയങ്കര ഐക്കോണിക് വിഷ്വലാണ്. പാട്ട് എന്നാൽ അതിൽ ലോക്കല്ല, പാട്ടിനൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. മലരെ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ ഒരു പോസ്റ്റ് റിലീസ് സാധ്യതകൾ എന്തായിരുന്നു മലരയുടെ ഒരു ഫീഡും കാര്യങ്ങളെല്ലാം? മലരെ ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ കുറച്ചായിട്ട് പോണ പോക്കി തന്നെ ഓരോരുത്തർക്കും അത് മനസ്സിലായി, ഇതിലെന്തോ ഉണ്ട്. ഇൻഫാക്ട് അത് ഞങ്ങളൊരു 7 മിനിറ്റ് വരെയൊക്കെ ചെയ്തു. ഒരു മറ്റേ ചരണം ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒക്കെ കേട്ട് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ്, ഇത്ര സമയം മതി എന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പോഴേ മനസ്സിലായി. പിന്നെ അതില് കുറെ ടൈം കിട്ടി. ഞാൻ 2 മാസത്തോളം ഇരുന്ന് കുറച്ചായിട്ട് ചകഞ്ഞ് ചെയ്തത്. പാട്ടിന് വേണ്ടി 2 മാസം. അത് അതിന് വേണ്ടി എന്നല്ലെങ്കിലും ഡ്യൂറേഷൻ ഒരു 2 months ഉണ്ട് കംപ്ലീഷൻ വരെ. എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ വർക്കിംഗ് സ്പേസിൽ ഞാൻ കുറച്ച് വർക്ക് ചെയ്ത്, എന്റെ സ്റ്റുഡിയോയിലും വർക്ക് ചെയ്ത്, കുറച്ച് ദിവസം പുരയിലും വർക്ക് ചെയ്ത്, കുറച്ച് ദിവസം കൊടൈക്കനാൽ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം കോയമ്പത്തൂർ ഉണ്ടായിരുന്നു. അങ്ങനെ മാറി ചെയ്തപ്പോ അപ്പൊ പല സമയത്ത് പല കാര്യങ്ങൾ ഞാൻ കുറച്ചായിട്ട് ചേർത്തിട്ടുണ്ട്. അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. പിന്നെ കേക്കെ നമുക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. മേ ബി ദാറ്റ്സ് ദ തിങ്. ഫസ്റ്റ് വേർഷനിൽ നിന്ന് ലാസ്റ്റ് വേർഷനിലോട്ട് അതെ കുറേ തവണ ചെയ്തിട്ടുണ്ട്, കുറേ കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു അൽഫോൺസിന്റെ ബ്രീഫ് ഭയങ്കര രസമായിരുന്നു. അതാണ് അതിന്റെ ശരിക്കും ഇത് ബട്ടർഫ്ലൈ ആണ്, ഇങ്ങനെ പടപെടാന്ന് പറക്കണം. കാണുന്നവർക്കൊക്കെ സായിപ്പല്ലിയോട് പ്രണയം തോന്നണം, ഗൂസ് ബംസ് വരണം. ഇതൊക്കെയാണ് അതിന്റെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം. ഓക്കെ, അപ്പൊ പിന്നെ ശരി, ഓക്കെ പുള്ളിക്കാരി കൊടൈക്കനാലിൽ നിന്നാണ്, ശരി അപ്പൊ നമുക്ക് കുറച്ച് ഒരു വലിയ ലാൻഡ്സ്കേപ്പ് കൊടുക്കാം, ഭയങ്കര ബീറ്റും ഇതൊന്നും കൊടുക്കാം. അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് വന്നതാ. പിന്നെ ഇൻഫാക്ട് ശബരിയിൽ ലിറിക്സ് എഴുതാൻ ആദ്യത്തെ പോർഷൻ പെട്ടെന്ന് എഴുതി, രണ്ടാമത്തെ പോർഷൻ ഒരു 1 month 2 months ഒക്കെ എടുത്ത് പതുക്കെ ഒറ്റ ദിവസം പെട്ടെന്ന് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം, കഴിഞ്ഞോ റെക്കോർഡ് ചെയ്യാം ഒറ്റയടിക്ക് തീർത്തു. മാജിക്കായിരുന്നു എല്ലാ സൈഡിലും അത് മാജിക്കായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ബട്ടർഫ്ലൈസ് ഒക്കെ ഒരു ഫ്രെയിമിൽ വരാന്ന് പറയുന്നത് ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് CG ആണെന്ന് ചോദിക്കുന്നത്. സോ നേച്ചർ allowed us to do it somehow. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു തന്നെ പറയാൻ. മലരെ നിന്നെ കാണാതിരുന്നാൽ ഹുക്ക് ലൈൻ അതാണ് ശരിക്കും ഇമ്പാക്ട് ആവുന്നത്. ഈ കുഞ്ഞു പിള്ളേർക്ക് അവർക്ക് അറിയുന്ന പോലെ അത് പാടുന്നു. പാടാൻ അറിയുന്നവര് ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ വർക്ക് സ്പേസിലൊക്കെ ഇത് പാടി ഷൈൻ ചെയ്യുന്നു. പാട്ട് ഒരു പല ജനറേഷനൊപ്പം ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഹുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് ഉറപ്പായിട്ടൊരു ഇമ്പാക്ട് വേണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടാവുമല്ലോ. അതെ, അതിന്റെ ഒരു പരിപാടി ഇങ്ങനെയായിരുന്നു ഈ പടത്തിൽ. ആക്ച്വലി അഴകെ മലരെ ആ ഇതേ ഉള്ളു ഹുക്കായിട്ട്, അത് മാത്രം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഒറ്റ പ്രാവശ്യം വരുന്നുള്ളൂ. പക്ഷെ ശബരി പറയുന്നത് ആദ്യത്തെ ഭാഗം ഒരു പാട്ടാണ്,
പിന്നെ പോയിട്ട് വേറൊരു പാട്ടാണ് എന്റെ അടുത്ത് പറയും, അത് ആണെങ്കിൽ ആവാം. അപ്പൊ അവൻ എന്ത് പറയാം എന്ന് പറയാൻ തന്നെ അതെന്തായിരിക്കാന്ന് ഒരു റൂട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുത്തു. അപ്പൊ അപ്പോഴാണ് നിന്നെ കാണാതിരുന്നാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറയാം. ആദ്യം നീ ഉണ്ടാവുമ്പോ എന്തൊക്കെ തോന്നി, ഇല്ലാതായ എന്തൊക്കെ ഉണ്ടാവും അങ്ങനെ. സോ ഐ തിങ്ക് അങ്ങനെ എന്ത് ഫോമായി വന്നു. അങ്ങനെ അവനും സെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ സോങ് അവിടെ ഓടുന്നുണ്ട്. സോ അവൻ കുറച്ചായിട്ട് അതിനെ ഫോം ചെയ്തെടുത്ത് ആളെ അഭിനയിക്കുന്നുണ്ടല്ലോ. വിളിച്ചിട്ട് ഇത് എപ്പോഴും വരുന്നൊക്കെ എനിക്ക് ചുമ്മാ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. രാത്രി ഷൂട്ട് അതൊക്കെ ഉണ്ട്. അയച്ചു വിട്ട്, എല്ലാരും അത് അയച്ചു വിട്ട്. നീ എഴുതിട്ടോ. ഐ തിങ്ക് അവിടെ തൊട്ട്. പിന്നെ നല്ലൊരു സിംഗറാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രേമം സിനിമ ഒരു സിംഗർ തന്നെ, ഇപ്പൊ ഈ റോക്ക് സ്റ്റാർ ഒക്കെ പോലെ ഒരു സിംഗർ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബേസ് ചെയ്ത് ഞാൻ കുറച്ച് പേര് ഞാൻ ട്രൈ ചെയ്തു, കുറച്ചധികം പേര് ട്രൈ ചെയ്തു. അത് എന്തിനാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന് പറയാൻ പറ്റില്ല. അന്ന് ഞാൻ ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. ഇടണം ഒരെണ്ണം വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ 3 കാലഘട്ടം, ജോർജ് 3 ലുക്ക്. പക്ഷെ അവന്റെ സോളൊന്നല്ലേ, നമ്മളെങ്ങനെ വേറെ വേറെ സിംഗേഴ്സിനെ യൂസ് ചെയ്യും. ഒരു സിംഗർ തന്നെ വേണം, ഒരു പെർഫോമറെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ട്രൈ ചെയ്തു. അങ്ങനെ ഓരോരുത്തരൊക്കെ ആപ്റ്റ് ആവുന്ന രീതിയിൽ പിന്നെ വെക്കുകയും ചെയ്തു. ബട്ട് അതൊക്കെ ജോർജിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ജോർജിന്റെ ഇമോഷണൽ ബ്ലാസ്റ്റുകളെല്ലാം സൗണ്ടും ഇവർക്കാണെങ്കിൽ ഭയങ്കര രസമായിരിക്കുമല്ലോ. ഈ ഇതെല്ലാം പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രേമത്തിൽ തുടങ്ങിയെന്നേ ഉള്ളൂ. രാജേഷിന്റെ ഒരു മ്യൂസിക്കൽ ജേണി എങ്ങനെയാ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അതായത് ഇപ്പോ ഇത് എവിടെയെങ്കിലും ഹിറ്റ് ചെയ്യണല്ലോ, ഇതാണ് മ്യൂസിക്കിന് എന്ത് പരിപാടി ഉണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് പാട്ട് ക്രിയേറ്റ് ചെയ്യണം, ഈ ആഗ്രഹം വരുന്നത് അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്നത്. ഇതിന്റെ ഒരു ജേണി എങ്ങനെയാ, തുടക്കം എങ്ങനെയാ? ഞാൻ ചെറുപ്പം മുതൽ ഭയങ്കര ബ്രേക്ക് ഡാൻസർ ആയിരുന്നു സ്കൂളിൽ. അതിനുവേണ്ടി ഞാൻ ഒത്തിരി പാട്ടുകൾ കേൾക്കുമായിരുന്നു. അതിനെന്ന് നല്ല ഡാൻസിനെ പറ്റിയ പാട്ട് ഏതാ. അപ്പൊ നമ്മൾ ഓരോ കാസറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കുമല്ലോ, ഇതിന്റെ സ്പീഡ് ഉണ്ടോ ഇല്ല, നമ്മൾ ചിലപ്പോൾ ആദ്യം കേൾക്കുന്നത് നിർത്തും, അടുത്ത പാട്ട് കേൾക്കും, അടുത്ത പാട്ട്. അങ്ങനെ ഒത്തിരി പാട്ടുകൾ തപ്പി തുടങ്ങിയതാ. പോകെ പോകെ ഈ മ്യൂസിക്കിന്റെ ഇതിലൊക്കെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളൊക്കെ ഡാൻസ് ചെയ്യിക്കുന്നു, ഒത്തിരി പേര് ഒച്ച വെപ്പിക്കുന്നു, ഒട്ടും മിണ്ടാത്തൊരു പെട്ടെന്ന് ഭയങ്കര ആഹ്ലാദിച്ച് ചിരിക്കുന്നു. അങ്ങനത്തെ ഓരോ ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന എന്തൊരു സാധനമാണ്. ശരി, ഓക്കെ, ഇതിന്റെ പ്രോസസ് എന്താ എന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു 11th വെച്ച്. ഞാൻ മ്യൂസീഷ്യൻ അങ്ങനെ മ്യൂസീഷ്യൻ അല്ല, എന്റെ ഫാമിലിയിലും അങ്ങനത്തെ ആരുമില്ല. ഫാമിലിയിലെ റൂട്ട്സിൽ ഏതോ ഒരു ബ്രാഞ്ചിൽ ഒരു ഭാഗം അതിലുണ്ടെന്ന് അറിയാം. അത് ഒത്തിരി എൽഡർലിയ. അപ്പൊ ശരി, അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ പ്രഷറൊന്നുമില്ല, ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊന്നും. ചെറിയ കൺവിൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളൂ. ബട്ട് 11th ഞാൻ ആക്ച്വലി തോറ്റു. അത് കഴിഞ്ഞിട്ട് വീട്ടില് 3 മാസം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ 11th വേഗം ക്ലാസ് തീർക്കുമല്ലോ, എന്നിട്ട് 12th എക്സാംസിന് അല്ല 12th ക്ലാസ്സസ് നേരത്തെ തുടങ്ങാൻ അവര് ഏർലി ആയിട്ട് തീർക്കും. സോ എനിക്ക് 3 മാസം കിട്ടി. നോർമലി എല്ലാവർക്കും 2 മാസം കിട്ടുന്നു, 3 മാസം കിട്ടി. ഞാൻ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? അപ്പൊ കൂട്ടാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന്, സൗണ്ട് ഫോർജ് എന്നും പറഞ്ഞിട്ട്. അതൊരു സ്റ്റീരിയോ വെച്ച് എഡിറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പൊ എന്റെ ആഗ്രഹം, എന്റെ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടണം, അത് അടയുമ്പോൾ ഇഷ്ടമുള്ള പാട്ട് ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം 20 seconds 30 seconds കട്ട് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ഇവൻച്വലി ഈ സ്റ്റീരിയോയുടെ അകത്ത് തന്നെ ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഒത്തിരി ടെക്നിക്കലായിട്ട് പോയി പറയണോട്ടാ. അപ്പൊ ഏതോ ഒരു പാട്ടിന്റെ ബീറ്റ് അറിയാതെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ആ മിക്സ് ഇട്ട്, അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കേട്ട്. സോ ഇറ്റ് വാസ് നോട്ട് പെർപ്പസ്ഫുൾ, ഇത് അറിയാൻ സംഭവിച്ചു. അപ്പൊ ഇതിങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ എന്റെ കൂടെ പഠിച്ച അനൂപ് നിരീച്ചൻ എന്നും പറഞ്ഞിട്ട്, പുള്ളി ഇപ്പൊ കമ്പോസറാണ്. പുള്ളി ജസ്റ്റിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതർവൈസ് കമ്പോസറാണ്. അപ്പൊ അന്ന് പുള്ളിയുടെ റൂമിൽ പോവാ, ഞങ്ങള് ജാം ചെയ്യപ്പോ അവൻ കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ പുലിയ, കുറച്ചും കൂടെ സൗണ്ട് ഫോർജ് അറിയാം. ഞാനിങ്ങനെ ഇത് പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ അവിടെ നിന്റെ അടുത്ത് പറയാം, പിന്നെണ്ടോ മിക്സ് ഉണ്ട്, ഈ സാധനം ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ തന്നെ ഇഷ്ടമുള്ള പാട്ടുകളുടെ ബീറ്റ് എടുത്തിട്ട് ഭയങ്കര ബീറ്റ് ഇല്ലാത്ത പാട്ടുകൾക്ക് മിക്സ് ചെയ്യും. അങ്ങനെ ഒരു 40-50 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്, ഈ റൂബറു പാട്ട്, അതിനൊക്കെ ഭയങ്കര ടോട്ടലി ഓപ്പോസിറ്റ് സാധനങ്ങൾ. ഇൻഫാക്ട് ഈ ടൈറ്റാനിക് സോങ്ങിന്റെ ഡപ്പാങ്കുത്ത് ഇറങ്ങിയില്ലേ, അതെന്റെ പ്രശ്നമാണ്. ഒന്നും പറഞ്ഞ കാര്യമില്ല, ഞാൻ തന്നെ അവിടെ ഫ്ലാഷ് മോബ് അവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്റെ 11th വെച്ച് ചെയ്തതാണ്. ചിൽഡ്രൻസ് ഡേ പരിപാടിക്ക് ചെയ്തതാണ്. ബട്ട് ആ ടൈം ഭയങ്കര ഫിയർലെസ് ടൈം ആയിരുന്നു, ഭയങ്കര എക്സ്പ്ലോറേഷൻ ടൈം ആയിരുന്നു. സോ അങ്ങനെ അന്ന് മറ്റേ 6600 ഫോൺ കാലഘട്ടം, അതിലെങ്ങനെ അവർ ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇത് കൂട്ടുകാര് കോളേജില് അവരുടെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞിട്ട്
അവിടുന്ന് ആണ് അറിയുന്നത്, ഏട്ടാ ഈ പാട്ടൊക്കെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട്, വന്നോ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഹാപ്പി. ഐ തിങ്ക് അങ്ങനെ തുടങ്ങി. പിന്നെ ഈ മ്യൂസിക് മേക്കിംഗ് എങ്ങനെയാ വേണമെന്ന് പിന്നെ മനസ്സിലായി. ഈ സോഫ്റ്റ്വെയർ എന്നെ ചുമ്മാ ഒന്ന് തന്ന ആ പയ്യൻ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പാംപ്ലെറ്റ് തന്നു, എടാ ഞാൻ ഒരു ജോബ് ഫെയറിനാണ്, എഡ്യൂക്കേഷൻ ഫെയറിന് പോയതാ, ഈ പാംപ്ലെറ്റ് നോക്കുന്നത് ഇവിടെ ഓഡിയോ എഞ്ചിനീയറിംഗ് എന്നൊരു സാധനം പഠിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിക്കാം എന്നുള്ള രീതിയിൽ പോയി. പിന്നെ ചെന്നൈയിൽ ഞാൻ തെറ്റായിട്ട് പോയി ജോയിൻ ചെയ്തു. എന്നെ ആ കോളേജുകാർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. ഞാൻ ഡിപ്ലോമ കോഴ്സ് മതിയായിരുന്നു, അവര് സാർ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ തെറ്റായിട്ട് പോയി ജോയിൻ ചെയ്തു. ബ്രെയിൻ വാഷ് ചെയ്താ. പക്ഷെ ആ ക്ലാസ്സില് ആ റൂമില് അൽഫോൺസ്, അർജുബൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഉള്ളവരൊക്കെ ഞാൻ തെറ്റായിട്ട് ജോയിൻ ചെയ്ത് പോയി കണ്ടവരാട്ടോ. അതുകൊണ്ട് സംഭവിച്ചല്ലോ. എനിക്ക് ഭയങ്കര ലൈഫ് ലെസൺ അത്. അത് കഴിഞ്ഞ് ഞാൻ 2 days ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ 2 months കഴിഞ്ഞിട്ടാണ് ഡിപ്ലോമ കോഴ്സ് ചേരുന്നത്. അത് കഴിഞ്ഞിട്ട് 1 month കഴിഞ്ഞിട്ട് അവിടുത്തെ ചായക്കടയിൽ ഇവരെ കാണുന്നത്, നീ അന്ന് പോയതല്ലേ നീ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഫ്രം ദേർ ഇറ്റ് സ്റ്റാർട്ടഡ്. സോ ഐ തിങ്ക് മ്യൂസിക് അകത്തുണ്ട്. ഞാൻ മ്യൂസിക്കിന്റെ എനിക്ക് സ്റ്റുഡിയോയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യണം താല്പര്യം. മ്യൂസിക് ചെയ്യണം, ഞാൻ ഭയങ്കര സംഭവം അതല്ല, മ്യൂസിക്കിനെ ചുറ്റിപ്പറ്റി എവിടെയെങ്കിലും ഇരിക്കണം. എന്നുവെച്ചാൽ കോളേജിൽ നല്ല മ്യൂസീഷ്യൻസിനൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് ശീലിച്ചപ്പോഴത്തേക്കും പിന്നെ ഇവര് വരുന്ന ഇവരുടെ അടുത്ത് ഇവരായിട്ടുള്ള ഡീലിങ്ങൾ മാറുന്നു, നമ്മൾ ഇവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറുന്നു. എനിക്ക് ആ പ്രോസസ് ഓഫ് കൊളാബറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനായിട്ടിരുന്ന് പഠിച്ച് കുറച്ചടുത്തായിട്ട് ചെയ്ത് വന്നതാണ്. ഈ ജേണി പറയുമ്പോ എനിക്ക് തോന്നുന്നു എന്റെ അടക്കം തുടക്കത്തില് അല്ലെങ്കിൽ കാണുന്നവരൊക്കെ ഡൗട്ട് ആയിരിക്കും, രാജേഷ് മുരുകേശൻ മലയാളിയാണ് തമിഴിലാണ് എന്നുള്ളത്. നിങ്ങൾ ആരാണ്, എന്താണ്? എന്റെ റൂട്ട്സ് നാഗർകോയിലാണ്. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ മദർ ടങ് തമിഴാണ്. പക്ഷെ ഞാൻ വളർന്നത് ഇവിടെ തൃപ്പൂണിത്തുറയിലാണ്. ചിത്രപ്പുഴ എന്ന സ്ഥലത്തിന്റെ പേര്. അവിടെ ഞാനിവിടെ ഭാരത് പെട്രോളിയം BPCL സ്കൂളില് എന്റെ ചേച്ചി എന്റെ ചേട്ടൻ ഞങ്ങൾ ഇവിടെ പഠിച്ചത്. ഇപ്പൊ ചേച്ചിയും ചേട്ടനും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ മാത്രം ചെന്നൈയിൽ ജോലി ചെയ്യാം. ഞാൻ ചെന്നൈയിൽ എന്റെ സ്റ്റുഡിയോ വെച്ചേക്കാണ്. ഇവിടെ ഞാൻ വർക്കിനനുസരിച്ച് വന്ന് വർക്ക് ചെയ്തിട്ട് പോവുക. മറ്റേപടി എന്റെ സെറ്റപ്പ് ഒക്കെ ചെന്നൈയിലാണ്. ചെന്നൈ കുറച്ചുകൂടെ റിസീവിംഗ് ആയിട്ട് സിങ്ക് ആയിട്ട് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് തമിഴും മലയാളം എനിക്ക് ഒരേപോലെയാണ്. ഇൻഫാക്ട് വീട്ടില് എനിക്ക് സൺ TV ഓടുമ്പോ പുറത്ത് സൂര്യ TV ഓടുന്ന പോലെയായിരുന്നു. കൂട്ടുകാര് പക്ക മലയാളം. എന്റെ മൈൻഡ് വോയിസ് മലയാളത്തിലാ. അതാണ് ഫാക്ട്. എന്റെ റൂട്ട്സ് തമിഴൊക്കെയാണ്. തിങ്ക് ചെയ്യുന്നത് മലയാളത്തിലാണ്. എന്റെ തിങ്ക് തോട്ട് പ്രോസസ് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നത് എന്നാലും രാശ പോരാ ശരിയായില്ല എന്താണ്. സോ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഭയങ്കര എനിക്ക് ആരോടെങ്കിലും ഭയങ്കര സീരിയസ് ആയ ഒരു കാര്യം പറയണം, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡീപ്പായ കാര്യം പറയണം എന്നുണ്ടെങ്കിൽ തമിഴ് താനം വരും. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ വൈഫും പറയും. അപ്പൊ പെട്ടെന്ന് എന്റെ ഇത് മാറും, തമിഴ് കയറി. അതെ, തമിഴ് കയറി വരും. അതെ, നീ ഒന്ന് പുരിജിക്കോ, നീ പണ്ട ശരിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് നീ പെട്ടെന്ന് തമിഴ് അത് അത് മാറും. ഐ തിങ്ക് ബേസിക്കലി ഇത് തന്നെ. എനിക്ക് രണ്ടും ഒന്നാണ്. അങ്ങനെ തമിഴാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ മദർ ടങ് തമിഴാണ്. ഞാൻ വളർന്നത് എവിടെയാണ്. ഞാൻ കേരളത്തിൽ ചെന്നൈയിൽ പോയിട്ട് ഞാൻ തമിഴ് സംസാരിച്ച സാർ നിങ്ങൾ മലയാളിയാന്ന് ചോദിക്കും. എന്റെ തമിഴിൽ മലയാളം നന്നായിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഞാൻ വിചാരിച്ചു ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന അല്ല. ആക്ച്വലി അവർക്ക് പെട്ടെന്ന് മലയാളിയാ ചോദിക്കാം. ഇല്ല, ഞാൻ തമിഴ്. ഇതെല്ലാം പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ മലയാള സിനിമയിൽ നമ്മളിപ്പോ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത്, ഞാൻ കുറച്ച് കാലം പുറകിലോട്ടാ പറയുന്നത്, ഈ പാട്ടുകൾ വരുമ്പോൾ ഈ പ്ലേലിസ്റ്റുകളില് എല്ലാ മൂഡിലുള്ള പാട്ടുകള്, ഇതൊരു സ്വാഭാവികമായി നടക്കുന്ന കാര്യമായിരുന്നു. ഒരു ലവ് സോങ്, ഒരു ഡാൻസ് നമ്പർ, ഒരു ഇമോഷണൽ സോങ്, ഒരു മെലഡി, ഇത് കുറെ നാളത്തേക്ക് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഇരുന്ന് റീകളക്ട് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞൊരു കാലയളവില് ഭയങ്കര റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുന്ന പാടുന്ന ഒരു പ്രണയഗാനങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ പ്രേമമായിരിക്കാം. നേരത്തിലെ പാട്ടുകളുണ്ട്. അത് ചെയ്ത ആളുകൊണ്ടാണ് നിങ്ങള് ഈ റൊമാൻറ്റിക് സോങ്സ്. ഇതിന്റെ ബേസിക് ഇമോഷൻ ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷെ അത് ഡൈനാമിക്സ് അറ്റാച്ച് ആയിട്ടുള്ളത് വേറെ ആയിരിക്കാം, ക്യാരക്ടേഴ്സിന്റെ ബാക്ക്ഡ്രോപ്സ് വേറെ ആയിരിക്കാം. ഇവര് ഈ പറയുന്ന ഇവരെ ഗോൾ ഒന്നെങ്കിൽ പിരിയുക അല്ലെങ്കിൽ ഒരുമിക്കുക, അതിലോട്ടുള്ള ജേർണി ഡിഫറെന്റ് ആയിരിക്കാം. റൊമാൻറ്റിക് പാട്ടുകള് അത് കമ്പോസ് ചെയ്യുന്നത്, അതിന് ഓരോ തവണ ഓരോ പാട്ട് വേണ്ടി ഇരിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെയാ റിഫ്രഷ് ചെയ്തോണ്ടിരിക്കുന്നത്? റൊമാൻറ്റിക് പാട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ട്രിക്ക് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഹീറോ ആവണം. എന്റെ പ്രണയമാണ് നായകൻ, ഞാൻ നായകനാണ്, ഞാനാണ് ഹീറോ. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയാലേ അത് വർക്കാവുന്നുള്ളൂ. അല്ലാതെ രണ്ടുപേരും എന്തോ ചെയ്യുന്നു, അവർക്കൊരു മ്യൂസിക് ചെയ്യണം,
ആ അപ്രോച്ച് ശരിയാവുന്നില്ല എനിക്ക്. ഇങ്ങനെ അത് വർക്കായിട്ടില്ല. ജസ്റ്റ് എഡിറ്റിനനുസരിച്ച് ഒരു ഇപ്പൊ പെട്ടെന്ന് ഔട്ട്ഡോർ വന്നു അപ്പൊ ഇങ്ങനത്തെ അങ്ങനെ ഐ മീൻ ലൈക്ക് എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ആ ഒരു എഞ്ചിനീയറിംഗ് എനിക്ക് വർക്ക് ആവുന്നില്ല. അപ്പൊ ഞാനായിട്ട് എന്റെ കാമുകിക്ക് അങ്ങനെയാണല്ലേ, അപ്പൊ അവളാണ് എന്റെ കാമുകി, ഞങ്ങൾ രണ്ടിനും ബൈക്കിൽ പോകാണല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതായിരിക്കും, പാടാൻ ഏതായിരിക്കും ഇഷ്ടം, ഈ സമയം നമ്മളെ നെഞ്ചെടുപ്പ് എന്തായിരിക്കും സ്പീഡ്, ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ ഇതിൽ നിന്നൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ എടുക്കും. നമ്മുടെ നെഞ്ചെടുപ്പായിരിക്കും ചിലപ്പോ ആ പടത്തിന്റെ ആ പാട്ടിന്റെ ഒരു ടെമ്പോ. ഇപ്പൊ ഈ ഇപ്പൊ മലരെ കഥ ശരിക്കും ബട്ടർഫ്ലൈയുടെ ഒരു ആക്ഷൻ പോലെ ഇരിക്കുന്നതോ അവന്റെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആവുന്നതോ അങ്ങനെയൊക്കെ എനിക്ക് അർത്ഥങ്ങളുണ്ട്. ഓരോ സൗണ്ടിനും അർത്ഥമുണ്ട്. സോ ഐ തിങ്ക് ഫസ്റ്റ് ഞാനാണ് ഹീറോ. ഇത് എന്റെ പ്രണയമാണ്. പ്രണയം പോയാലും വന്നാലും അതെന്റെയാണ്. അപ്പൊ എനിക്കിങ്ങനെ അത് കാണണം. ഈ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും. പുള്ളിക്കാരൻ കാണിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അത് ആ പുള്ളിക്കാരന്റെ ഷൂവിൽ നിന്ന് എന്തായിരിക്കും എന്നുള്ളതും ആ പുള്ളിക്കാരി അതിനെ എങ്ങനെ എടുക്കണമെന്നും അത് ഞാൻ എടുക്കുന്നുണ്ട്. ആ ഒരു ഞാനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ റൊമാൻറ്റിക് ആക്കാൻ വെച്ചോണ്ടിരിക്കുന്നത്. അതല്ലാതെ പറ്റൂല. അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പത്തെ ഒരു ഇത്രയും ഐഡിയാസും ഇത്രയും കണ്ടന്റ്സും ഉള്ള സ്ഥലത്ത് നമ്മൾ റൊമാൻറ്റിക് ആണെന്നോ നമ്മൾ യൂത്ത് ആണെന്നൊക്കെ മറന്നു പോകുന്നു. സോ മച്ച് തിങ്സ് ആർ കമ്മിങ്. ഞാൻ ഇടയ്ക്കിടെ എന്നെ ഗ്രൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പെട്ടെന്ന് പഴയ ഇതിന്റെ കഥയൊക്കെ ഓർക്കും, സ്കൂൾ ടൈം ഇതൊക്കെ ഓർക്കും. വൈഫിനോട് എല്ലാ കഥയും പറയുന്നത്. അവിടെ പറഞ്ഞു അന്നത്തെ പ്രണയമൊന്നും ഇന്നില്ല, അന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്നത്. സോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവളോട് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ റിഫ്രഷ് ചെയ്യും. ഇന്ന് കുറെ കൂടെ ലൈഫിൽ നിന്ന് എടുക്കുന്ന എനിക്ക് കേൾക്കാൻ സുഖമുള്ള. ഞാൻ അങ്ങനെ ടെക്നിക്കലായിട്ട് ഒത്തിരി കാണാറുണ്ട്. ഇൻഫാക്ട് എന്റെ പാട്ടിന്റെ മിക്സസ് ഒക്കെ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് എന്റെ മിക്സ് ഒന്നും അത്ര പോരാ. കുറെ പാട്ടൊക്കെ പ്രേമത്തിലെ പാട്ട് ഞാൻ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. വേറെ മിക്സിങ്ങിന്റെ അടുത്ത് പോയിട്ടില്ല, നേരവും പോയിട്ടില്ല. സോ ഒരു സൈഡിൽ നിന്ന് അതിന്റെ മിക്സ് അത്ര കൊള്ളത്തില്ല എന്നുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് അന്വേഷിച്ചിട്ടില്ല ആരും മിക്സ് ചെയ്തതെന്ന്. അപ്പൊ ഞാനിത് എന്താ എടുക്കണം നോക്കുമ്പോഴത്തേക്കും പാട്ട് നല്ലതാണ്, കേൾക്കാനും സുഖമുണ്ടോ. എനിക്ക് അതിന്റെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, ആളുകൾക്ക് ഒരു ടേക്ക് അവേ കിട്ടാനല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ സോണിൽ ഞാൻ എത്തി. സോ വാട്ട് എവർ ഇറ്റ് ഈസ് കുറച്ച് മീനിങ് ആയിട്ട് ചെയ്യാം. പ്രസന്റേഷൻ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ. ഈ ഹാർട്ട് ബീറ്റും ടെമ്പോ ഒക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു എനിക്ക് പ്രേമത്തിലെ പേഴ്സണൽ വോയിസ് സ്റ്റീൽ ഏറ്റവും പേഴ്സണൽ ഫസ്റ്റ് ലവ് ആണ്. ഫസ്റ്റ് ലവിന്റെ തന്നെ ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴുള്ള പോർഷനില് അതിൽ എനിക്ക് ഭയങ്കര കിക്കുള്ളതാണ്. സ്റ്റിൽ എനിക്ക് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളതാ. നമ്മുടെ പല പോയിന്റുകൾ നമ്മൾ കേൾക്കുന്ന പോർഷനായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ എന്താ പറയുക, ഇപ്പൊ ചില കാര്യങ്ങളിൽ നമുക്ക് എല്ലാ പ്രായത്തിലും ചിരിച്ചു തരാൻ പറ്റുമല്ലോ, അത്തരത്തിലുള്ള പോർഷനായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലവ് കമ്പോസ് ചെയ്യുന്നത് അതിന്റെ ഈ പെർട്ടിക്കുലർ പോർഷൻ സ്ട്രിങ്സിലുള്ള പ്ലേ അത് എങ്ങനെയായിരുന്നു? എനിക്ക് ഞാൻ എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്താ പറയാ ആ ഒരു കുളിര് കിട്ടിയതൊക്കെ എനിക്കറിയാം. എന്താ വെച്ചാൽ നമ്മളെ ആരും അറിയാതെ ലവ് ലെറ്റർ കൊടുക്കുക, ആ ലവ് ലെറ്റർ തിരിച്ചു കിട്ടുക, അത് കൂട്ടുകാർ വഴി കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് ഭയങ്കര ഇതൊക്കെ എനിക്ക് അടുത്തറിയാം. സോ അതിനൊക്കെ ഞാൻ എന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജോർജ് എന്ന വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാവും എനിക്കറിയാം. അതൊരു തമാശയാണോ ആണ്, പക്ഷെ അവന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ഇതാണോ ആണ്, അതില് അവൻ ഭയങ്കര മീനിങ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ അതറിയില്ല. ഫുൾ കളറാ, ഫുൾ കളറാ. സോ അങ്ങനത്തെ ഒരു വൈബ്രന്റ് ആയ ഒരു സാധനം. പക്ഷെ അവൻ ഭയങ്കര ചേർപ്പിയാണ്, ഭയങ്കര ബൗൺസിയാണ്. അതെങ്ങനെ എനിക്ക് അങ്ങനെ അത് ഫോമായി വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഓരോ സൗണ്ടിന് എന്റെ ഒരു പോയട്രി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടായിരിക്കും ഒരു പിച്ച് കാട്ട് യൂസ് ചെയ്തത്, അവിടെ എന്തുകൊണ്ടായിരിക്കും ആ വയലൻസ് അങ്ങനെ മാത്രം വായിച്ചത്, പെട്ടെന്ന് വായിച്ച് നിർത്തും, കുറച്ചേരം വെറുതെ പോകും. പിന്നെ എന്തുകൊണ്ടാ വേറെ ബീറ്റോ ബേസോ ഒന്നും ഇല്ല, വേറെ പോകും. അപ്പൊ എനിക്ക് അതിനൊക്കെ ഒരു സ്റ്റോറി അതിലുണ്ട്. എന്റെ സ്റ്റോറിയിൽ ഇതാണ് ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ആൻഡ് ആ സെക്കൻഡ് പോർഷൻ ആക്ച്വലി ഒരു ലെവൽ വരെ ഞാൻ ചെയ്തുള്ളൂ. അത് എന്റെ ഗോവിന്ദ് അതിന്റെ മേളില് വയലിൻ വായിച്ചിട്ടുണ്ട്. അത് കുറച്ച് മേളിലേക്ക് ടേക്ക് ചെയ്ത്. ആൻഡ് പുള്ളിയുടെ കൂടെ റെക്കോർഡിങ് ഒരു ദിവസം രാത്രി മൊത്തം ഇരുന്ന് ചെയ്തതിന്റെ ഒരു ചെറിയൊരു ബിറ്റ് ആയിരുന്നു അത്. അത് എന്റെ ബിറ്റ് 4-5 ഇത് വായിച്ചു, ഇഷ്ടമുള്ള പീസസ് മാത്രം വെച്ചപ്പോഴത്തേക്കും. അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കേൾക്കുമ്പോൾ വളരെ കിക്ക് കിട്ടുന്ന ഒരു പോർഷൻ ആണല്ലോ. ഈ സിനിമകളിലെ ഈ തീം സോങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് തോന്നിയിട്ടുണ്ട്. ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷെ ഈ ബീറ്റ് വെച്ച് ആൾക്ക് ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഇവന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റണം. ലോ പോയിന്റ് ചിലപ്പോൾ ആൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു പമ്പിങ് അഡ്രിനാലിൻ എന്തെങ്കിലുമൊക്കെ വരണം. ഈ തീം സോങ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നേരത്തെ തീം സോങ്ങിൽ ഈ പറഞ്ഞ ഫോക്ക് ബീറ്റുകളുണ്ട്. എങ്കിലും ഏതൊരു പോയിന്റ് ഇലക്ട്രിക് ഗിറ്റാർ സ്ട്രിങ്സ് വരുന്നുണ്ട് അതില്. ആ ഒരു തീം സോങ് പെർട്ടിക്കുലർ നമ്മളിപ്പോ കാണുമ്പോൾ അതൊരു
സിംഗിൾ ഡേ പരിപാടിയാണ്. അതിന് പേസ് ഭയങ്കര കൂടുതലാണ്. ആ സിനിമയെ ഹോൾഡ് ചെയ്യാൻ ഈ തീം വേണം. എന്നാലും ആളുകൾ ഇത്ര കാലമായിട്ടും ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു തീം സോങ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നേരം പോലെ എനിക്ക് നിങ്ങളുടെ കൊളാബറേഷനിലെല്ലാം വരുന്ന ആദ്യത്തെ ഒരു ഫീച്ചർ സെറ്റ് ചെയ്യുന്നത്. അത് സ്റ്റോറിയില് തന്നെ അവൻ കഥ പറയുമ്പോ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഫോം ആവുന്നുണ്ട്. ഇത് പിന്നീട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവര് വരുന്നതല്ല. ഒരു തീം സോങ് നേരത്തെ ഇത് നേരെ നമുക്ക് ആദ്യമേ തീം സോങ് കൊടുത്തു. ഞങ്ങൾ ആദ്യം ഷോർട്ട് ഫിലിം ചെയ്തത്. സോ അതിന് ഷൂട്ടിന് മുമ്പേ ഈ തീം സോങ് പോയി. ഇത് എങ്ങനെയുണ്ട്, ഈ മൂഡായിട്ട് എങ്ങനെയുണ്ട്, ഒരു കുറച്ച് കള്ളത്തരം, കുറച്ച് കള്ളന്മാര്, അവരവരുടെ ഇതാണ് മൂഡ്. ആരും സൂപ്പറാണോ, ആരും ഗുഡോ ആരോ ബാഡോ അല്ല. ബട്ട് ആ സിറ്റുവേഷൻസ് കുറച്ച് കുഴഞ്ഞു കിടക്കുക. സോ അപ്പൊ അങ്ങനെ ചെയ്ത് വന്നപ്പോ ഇതിങ്ങനെ ഫോമായി വന്നതാണ്. എനിക്കൊന്ന് ആൻഡ് ഈ ഡപ്പങ്കുത്ത് കാര്യം, ഇത് അൽഫോൺസിന് അവനൊരു ഹരമുണ്ട്. അവനൊരു ലവ് സോങ് ചെയ്ത് കൊടുത്താലും ചിലപ്പോ മറ്റേ ബീറ്റ് ചേർക്കടാ നന്നായിരിക്കും. അപ്പൊ ഹി ഫൈൻസ് ഹിംസെൽഫ് ദർ. ഞാനത് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അവനെ പറഞ്ഞു ഇരുന്ന് ചേർക്കാന്നും പറഞ്ഞിട്ട്. ആ ശരി കാര്യം ഇലക്ട്രിക് ഗിറ്റാറും കൂടെ ആക്കാം. അപ്പൊ ഇൻഫാക്ട് ഞങ്ങൾ ഒത്തിരി അന്ന ടൈമിൽ കേട്ട കുറച്ച് സോങ്സ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് സാബത്തിന്റെ സോങ്സ്, ടറന്റീനോ സോങ്സ്, നമ്മുടെ ഫൈറ്റ് ക്ലബ്. സോ ഇതൊക്കെ അപ്പോഴും ഓടുന്നുണ്ട്. ഇതിട്ട് നമ്മുടെ ടേക്ക് എന്താണ് എന്നുള്ള എടുത്ത ഒരു പോർഷൻ ആയിരിക്കും. അവന്റെ അപ്രോച്ച് അതുപോലത്തെ അപ്രോച്ചസ് ആയിരുന്നു. ഫാസ്റ്റ് കട്ടുകള്, ഭയങ്കര പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് ഷോട്ട്, പെട്ടെന്ന് സൗണ്ട് ഡിസൈനിൽ ശ്വാസം മാത്രം കേൾക്കും, ഡയലോഗ് കേൾക്കില്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഓൾസോ ഹീസ് ട്രൈങ് ടു ഡു. സോ അതിന് പറ്റിയ ഒരു രീതിയായിട്ട് ആലോചിച്ച് വന്നപ്പോ ഇങ്ങനെയായി. ആൻഡ് ഇൻഫാക്ട് അത് 120 BPM ചെയ്തത്. നമ്മുടെ ക്ലോക്കിന്റെ ടൈമിൽ അത് ചെയ്തേക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കിയ സയൻസ് ഉണ്ട്. 60 മിനിറ്റ്സിന്റെ ഡബിൾ ടിക്കിൽ പൊക്കോണ്ടിരിക്കും. അങ്ങനത്തെ രീതിയിൽ അത് സംവെയർ അറൌണ്ട് നേച്ചറിന്റെ അടുത്ത് തന്നെയാണ്. ഈ ഏതായിരിക്കും ശരിക്കും ഇപ്പോ രാജേഷിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, രാജേഷിനേതല്ലാത്ത ഒരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ഹൈ തന്ന ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കാം, എന്തായിരിക്കും ശരിക്കും അത്? ഞാനൊരു കാലഘട്ടത്തില് കുറെ നല്ല, എനിക്കൊന്ന് മൈക്കിൾ ജാക്സൺ ഒക്കെ തന്നെയുള്ളൂ നമുക്ക്. നമ്മുടെ റൂട്ട്സ് നമ്മൾ കേട്ട് വന്നതൊക്കെ അവിടെ തന്നെയാണ്. ബട്ട് ഞാൻ വിചാരിക്കുന്നു, ഞാൻ കേട്ട എല്ലാ സോങ്സും എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഞാൻ എൻ്റെ ടേസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നുള്ളൂ. ഹാവ് എ ഗുഡ് ടേസ്റ്റ് ഓഫ് മ്യൂസിക്. അല്ലാതെ ആ സൗണ്ട് പോലെ അച്ചീവ് ചെയ്യണം ഇതുപോലെ എന്നല്ലാതെ നിന്റെ ടേസ്റ്റ് വളർത്താം. നിന്റെ ടേസ്റ്റ് വളരെ വളരെ നിന്റെ ഇൻഗ്രീഡിയൻസ് മാറും. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈങ് ടു ഡു. സോ എല്ലാം കേൾക്കാൻ ശ്രമിക്കും. മാക്സിമം എല്ലാം ഓപ്പൺ ആക്കി വെക്കും. ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ കേൾക്കാൻ വിചാരിക്കുന്ന സാധനങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സൗണ്ട്സ് ഒക്കെ ഉള്ള മ്യൂസിക്കുകളായിരിക്കാം. പക്ഷെ ആരെങ്കിലും റാൻഡം ആയിട്ട് ഞാൻ ഒന്ന് പാട്ടിട്ടിട്ടെന്ന് പറഞ്ഞാൽ എന്ത് വേണേലും ഇട്ടോന്ന് പറയും. ബിക്കോസ് ഞാൻ അതിനെ ഭയങ്കര ഒരു നിമിത്തായിട്ടാണ് കാണുന്നത്. ഞാൻ കേൾക്കേണ്ടതായിരിക്കും. ആർട്ടിസ്റ്റിന്റെ ചെവിയെങ്കിലും കേൾക്കും. അത് ബ്രെയിനിൽ എവിടെയെങ്കിലും ഫ്രീഡ് ആവും. സോ ഐ തിങ്ക് എത്ര വർഷം കേട്ട പാട്ടുകൾ എല്ലാരും ഉണ്ട്. എനിക്കൊന്ന് എനി മോറിക്കോൺ ഇവരുടെ ഒക്കെ ലവ്, എല്ലാരും ഗുഡ് ബാഡ് ആക്കിലേക്ക് പറഞ്ഞാലും എനി മോറിക്കോണിന്റെ ഒക്കെ ലവ് അതൊക്കെ അടിപൊളിയല്ലേ. വെരി കളർഫുൾ, വെരി വൈബ്രന്റ്. ആൻഡ് അന്ന് ജസ്റ്റ് മോണോ റെക്കോർഡിങ്ങില് അവർ ഇത്രയും പേരെ കൊണ്ടുവന്ന് ചെയ്യിക്കണം എന്നുള്ള വിഷൻ. ഇന്ന് സ്റ്റീരിയോ അറ്റ്മോസ് ആയിട്ട് നമ്മൾ രണ്ടുപേരും മാറി ഞങ്ങൾ വേറെ വേറെ സ്ഥലത്ത് നിന്ന് റെക്കോർഡ് ചെയ്തു. ഒരു മോണോക്ക് വേണ്ടി ഒറ്റ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ടിന് വേണ്ടി ഒരു 100 പേര് ഇരുന്ന് വായിക്കാൻ, നമ്മളുടെ എക്സാജറേഷൻ ആയിരിക്കും. ബട്ട് ഇത്രയും പേര് വരും ഒരു സ്പീക്കറിൽ കൂടെ വരുന്ന സാധനത്തിന് വേണ്ടി എന്ന് പറയുന്നത് തന്നെ അതിൽ നിന്ന് നമ്മൾ എന്നും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. മോറിക്കോണ്ടൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ഗുഡ് ബാഡ് അഗ്ലി മാത്രം മെജോറിറ്റി സ്റ്റിക്കോളായി നിൽക്കുന്നതോടെ അത് ഒന്ന് ഓർപ്പറായിപ്പോയതാ. പക്ഷെ പുള്ളിയുടെ ലോകമൊക്കെ അടിപൊളിയാണ്. പിന്നെന്താണ്, ഒരു പിയർ എന്നൊക്കെ പറഞ്ഞ ഇറ്റാലിയൻ കമ്പോസേഴ്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ തല തൊട്ടപ്പൻ അൽഫോൺസ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. എന്താ വെച്ചാൽ എന്നെ ഐഡന്റിഫൈ ചെയ്തത് അവനാണ്. എനിക്ക് ആക്ച്വലി ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ ആവണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങള് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു, ഇത് പ്രേമോ എന്നൊക്കെ പറഞ്ഞിട്ട് 9 പാട്ടൊക്കെ ചെയ്ത് ഇവരൊക്കെ വന്ന് അന്നൊക്കെ ഇവര് ചേട്ടനും ചേച്ചിമാരൊക്കെയാണ്. അവരെനിക്ക് പാടിത്തരൂ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര ചില്ലായിട്ട് വന്ന് പാടിയിട്ട് എനിക്കതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. ഞാൻ ഇത് വെച്ചിട്ട് ആൽബം ആയിട്ട് ഇങ്ങനെ നടക്കണ സമയത്ത് ഇവൻ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു, നീ പടം ചെയ്യ്, നീ തന്നെ ചെയ്യണം, നീ എപ്പോഴാ ചെന്നൈക്ക് വരിക, പിന്നെ തെറിയായി, നീ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. സോ എന്നെ ഐഡന്റിഫൈ ചെയ്ത അവനാണെന്നും എനിക്കൊരു നീഷ് പരിപാടി എന്തോ അറിയാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ശരിക്കും അൽഫോൺസ്. അവിടെ തൊട്ടാണ് ഞാനും ഓപ്പർച്യൂണിറ്റീസ് പിന്നെ ഞാനും മിസ് ചെയ്തിട്ടില്ല. എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ
കാണുന്ന രീതി മാറ്റി സോഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ള സിനിമ. ആ എനിക്ക് ആ ടൈമിൽ തന്നെയാണ് നേരമൊക്കെ ഉണ്ടാവുന്നതും സോഷ്യൽ ഏതാ ആദ്യം എനിക്കറിയില്ല. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് ഇതൊക്കെ മതി. വലിയ ചലചൻ പരിപാടി ഒന്നും വേണ്ട. ഒരു മൂഡ് കൊണ്ടുപോവാ, പേസ് കൊണ്ടുപോവാ. അത് ഭയങ്കര ഒരു സയൻസ്. അതിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യം എടുക്കാൻ പറ്റും. ട്രെൻഡ് റെസ്നർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കമ്പോസേഴ്സ് ആണ്. അതിന്റെ മുമ്പ് ഇപ്പൊ റെക്വം ഫോർ എ ഡ്രീം ആ കമ്പോസേഴ്സ് പുള്ളിയും അടിപൊളിയാണ്. ഇപ്പൊ എനിക്ക് ഡാനി എൽഫ്മാൻ നമ്മുടെ ഇത് ടിം ബർട്ടൺ മൂവീസ്, എഡ്വേർഡ് സിസറാൻഡ് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അങ്ങനത്തെ ഫാന്റസി സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അത് അവര് ചുമ്മാ ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചെറിയ പരിപാടി ഉണ്ടല്ലോ, ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവര് എടുക്കുന്ന മ്യൂസിക്കൽ എഫേർട്ട് എന്ന് പറയുന്നത് അവര് ഭയങ്കര പോയട്രി എല്ലാം ആലോചിക്കുന്നുണ്ട്. ഇന്ന് അതിൽ 1-2 നോട്ടുകൾ ചിലപ്പോൾ തീർക്കാം. ഇന്ന് ആൾക്കാർ അങ്ങനെ ചുരുക്കി കാര്യങ്ങളൊക്കെ ഒരു വേറെ വൊക്കാബുലറി വന്നു. അന്നത്തെ വൊക്കാബുലറി വാസിലേക്ക് ഭയങ്കര വലിയ വൊക്കാബുലറി. അതെല്ലാം ഉണ്ട്. അതുണ്ട്. ഇപ്പൊ ഫോക്ക് ഉണ്ട്. ഇപ്പൊ ഫോക്ക് എന്റെ ചോരയിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ബീറ്റ് ഒക്കെ എനിക്ക് റെക്കോർഡിംഗ് സമയത്ത് താടിയിരിക്കാൻ പറ്റും. അതൊക്കെയാണ്. സോ സ്റ്റുഡിയോസിൽ എനിക്ക് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ കല്യാണത്തിന് പോകുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. കല്യാണത്തിന് പോകുമ്പോൾ നമ്മള് ഓരോരുത്തർ പരിചയപ്പെടുക എന്താണ്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല, ഭയങ്കര സംഭവം നടക്കുമല്ലേ. അതുപോലെ എനിക്ക് റെക്കോർഡിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് റിതം റെക്കോർഡിങ്സ് എന്റെ ഫേവറേറ്റ്. പറയാൻ നിൽക്കാൻ പറ്റൂല, അങ്ങനെ ആടിപ്പോവും. നമ്മൾ അവരോട് ബീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ബീറ്റൊക്കെ പറഞ്ഞെടുത്ത് ഇരിക്കുന്ന ആ പ്രോസസ് തന്നെയാണ് എന്റെ ഇഷ്ടം. ഈ റിതം റെക്കോർഡിംഗ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രേമത്തിലെ മറ്റേ ഡെസ്കി കൊട്ടിയിട്ടുള്ള അത് പടം തന്നെ മാറ്റം. അത് ആക്ച്വലി അത് അൽഫോൺസ് ഡേഡിയാണ്. ഞാന് വേറെ മ്യൂസിക് ചെയ്ത് 2 മ്യൂസിക് ചെയ്ത് ഓക്കേടാന്ന് പറഞ്ഞിട്ട് വിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് ഓഫ് ടൈമില് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഓഫ് ടൈമില് ഇവര് വായിക്കുന്നുണ്ട്. ഇവര് പിള്ളേരൊക്കെ അല്ലേ, ഇവര് ചുമ്മാ ക്യാമ്പസിൽ വായിച്ചപ്പോഴത്തേക്കും ഇതെന്തോ ഞാനവിടെ ഇല്ല. അപ്പൊ സൗണ്ട് റെക്കോർഡിസ്റ്റ് അതിന്റെ റെക്കോർഡ് ചെയ്തോ അതോ മറ്റേ ബിഹൈൻഡ് ദ സീൻസ് ആരും റെക്കോർഡ് ചെയ്തോ എന്തോ രീതിയിൽ ഈ സാധനം ഓഡിയോ ഫയൽ ഇവന്റെ കിട്ടി. ഇത് ആ പിള്ളേര് വായിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെ ഒരെണ്ണം ചെയ്താലോ എന്നവൻ ചോദിച്ച്. എന്നിട്ടാണ് ശരി, ഇത് കാണാൻ പുതിയതാണ്, ഞാനും കണ്ടിട്ട് ഇങ്ങനെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല അൽഫോൺസ്. നമുക്കൊരു കാര്യം ചെയ്യും, ഇവരെ തന്നെ വിളിക്കാം. വിളിച്ചിട്ട് അതേ ഡെസ്കിൽ പോയിട്ട് ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇതേ ആൾക്കാർ വിളിച്ച് ഒരാളുടെ കയ്യിൽ ഒരു പേന ഉണ്ടായിരുന്നു, ഒരു അനൗൺസ് പേനയും കയ്യിൽ കൊടുത്ത് അതേ ബെഞ്ചസിൽ അവരുടെ ഷൂട്ട് നടക്കുന്ന ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുക. അതായത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് വിഷ്ണു ശ്രീശങ്കർ അവർ റെക്കോർഡ് ചെയ്യാൻ വന്നു. എനിക്ക് ആക്ച്വലി മനസ്സിലായെന്ന് വെച്ചാൽ ആ സ്കോറിന്റെ മാസ് വലുതാവാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ വരുമ്പോഴത്തേക്ക് ഈ പിള്ളേര് കൊട്ടുന്ന നിർത്തും. ആക്ച്വലി ദാറ്റ് ഇസ് ദ പോയിന്റ്. അവിടെ ഒരു സൈലൻസ് അടിച്ച് ആ സൈലൻസിലാണ് മാസ് ബിൽഡപ്പ് അച്ഛൻ വന്നു എന്നുള്ളത്. നമ്മള് കാണുമ്പോ നല്ല ഭംഗി, ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്, ഇത് കൊള്ളാലോ, നല്ല ഷോട്ടാണോ, ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കൊട്ടുന്ന പതുക്കെ നിൽക്കും. എനിക്ക് അതാണ് ശരിക്കും അത്. ഞാൻ ആദ്യം ചെയ്തപ്പോഴൊക്കെ അവിടെ കയറി വരുമ്പോഴത്തേക്കും ഭീകരതയായിരുന്നു, ഭയങ്കര മാസ് കലിപ്പൊക്കെ കഴിഞ്ഞിട്ട് വരുമല്ലേ, അപ്പൊ ആള് ഭയങ്കര സംഭവമാണ് എന്നുള്ള ഇതൊക്കെ. പക്ഷെ ദിസ് വർക്ക് ബെറ്റർ. സൗണ്ട് വിഷ്ണു ഒക്കെ ഭയങ്കര പണിയെടുത്തതാ. അതില് ഇതൊക്കെ ബ്ലെൻഡായി ഈ എലമെന്റ്സ് വന്നപ്പോ ഇത് മ്യൂസിക്കായി മാറിയല്ലോ മൊത്തത്തിൽ എല്ലാം കൂടെ. എനിക്കൊന്ന് ഈ വോയിസ് പിക്ക് ചെയ്യുന്നത് ഭയങ്കര രസമായി തോന്നിയിട്ടുണ്ട്. അതില് തന്നെ മുരളി ഗോപിയെ പിക്ക് ചെയ്തത് ഞാന്. അപ്പൊ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഏതാ തിയേറ്റർ എന്ന് പറയുമ്പോൾ ആലുവയിലെ ഏതൊരു തിയേറ്ററാണ്. ആ തിയേറ്റർ നേരെ ഓപ്പോസിറ്റിലാണ് ഒരു ഡബിങ് ഷൂട്ടായിരുന്നു. അവിടെ ആരും ഇല്ല. അപ്പൊ ഞാൻ മാസം വാടക തരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ അകത്ത് ഇരിക്കാം. 1 മാസമായി 2 മാസമായി പെട്ടെന്നൊരു നമുക്ക് എനിക്കൊന്നും വർക്ക് ചെയ്യാൻ തോന്നാറില്ല. അപ്പൊ ഞാനും കൂടെ വർക്ക് ചെയ്യുന്ന സന്ദീപ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോ ചേട്ടാ ഒരു പടം വന്നിട്ടുണ്ട്, 1/2 പടം വന്നിട്ടുണ്ട്. അത് നേരെ ഫ്രണ്ടിൽ തന്നെ ഓടുന്നുണ്ടല്ലോ, നമുക്ക് ചുമ്മാ ഒരു പടം കണ്ടല്ലോ, കുറെ ആയി അതിനകത്തിരിക്കുന്നു പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടതാ. എനിക്ക് പുള്ളിയുടെ അഭിനയത്തിന്റെ കൂടെ ആ ഒരു ഇതില്ലേ, പുള്ളി സൈക്കോസിസ് അല്ലേ, ഞാൻ തേടി നടന്നത് ഇവിടെ രാക്ഷസനാണല്ലോ, ഇത് കൊള്ളാം. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ ആലോചിച്ചു. അപ്പൊ ഇതിന്റെ ഒരു പാട്ടില്ല, ഇതൊരു ഈണമുള്ള ഒരു സാധനമല്ല, ഇതൊരു മുദ്രാവാക്യം പോലത്തെ ഒരു ഐഡിയ ആണ്. പക്ഷെ അവന്റെ ദേശമാണ്, പുള്ളി ഒരു ആക്ടറും കൂടെയല്ലേ. സോ ഐ തിങ്ക് ഹി ക്യാൻ ഡു ദ ബെസ്റ്റ് തിങ് തോന്നിയിട്ട്. അപ്പൊ പിന്നെ ഇനി ആകെ ഒരു ഐഡിയ ഉണ്ടാക്കി, നമ്മളൊരു ചെകുത്താന്റെ കോട്ടയുടെ അകത്തായിട്ട് കയറുന്ന പോലെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ കണ്ണു ചുവക്കണം, അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പുള്ളിയുടെ ഒരു കോട്ടയിലാണ് നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പതുക്കെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ റെക്കോർഡിങ്ങിന് മുരളിച്ചേട്ടനെ വിളിച്ച് ആ പുള്ളിക്ക് പാട്ട് ഇഷ്ടമായി, നമുക്ക് നാളെ റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ വിളിക്കുമ്പോ
പക്ഷെ അത് എനിക്കൊന്ന് പറ്റും തോന്നുന്നു, എന്റെ തൊണ്ടൊന്നും അത്ര ശരിയല്ല. ചേട്ടാ അതാ വേണ്ടത്, കുഴപ്പമില്ല, ആ തൊണ്ട അങ്ങനെ ഇരുന്നോട്ടെ, അല്ല ഉറപ്പാണോ, ആ ഗർജന ഇരിക്കട്ടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ വന്ന് പുള്ളി പൊളിച്ച് അടിക്കിട്ട് പോയി. എനിക്കൊന്ന് ആ സിനിമ ആക്ച്വലി എനിക്ക് ആ തോട്ട് വന്നത്, പുള്ളി അതിൽ അഭിനയിച്ച രീതി, ആ സാധനമൊക്കെ കേൾക്കുമ്പോ എനിക്ക് അപ്പൊ ഇവിടെ എനിക്ക് കലിപ്പായിട്ട് എനിക്ക് റിലേറ്റ് ആയി, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം. അപ്പൊ പുള്ളി നന്നായിരിക്കും തോന്നി. എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മളെ ഹിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ സൗണ്ട് മിക്സ് ചെയ്ത കാര്യം പറയുന്നത് പ്രേമത്തിൽ, അതുപോലെ തോന്നുന്നു ഈ വാസന്തിയിൽ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത്, അതൊരു ഇൻഡിപെൻഡന്റ് സിനിമയാണ്. ചെയ്തു വരുന്ന ഒരു കമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് നിൽക്കുന്ന സൗണ്ടോ വിഷ്വലോ പെർഫോമൻസുകളോ അല്ല അതിന്റെ, കുറച്ചും കൂടെ റൂട്ടഡ് നേറ്റീവ് ക്ലോസ് ടു റിയാലിറ്റി കൈൻഡ് ഓഫ് പെർഫോമൻസും ഓഡിയോ വിഷ്വൽ എല്ലാം അത്തരത്തിലാണ്. ഈ വാസന്തി ചൂസ് ചെയ്യുന്നത്, വാസന്തി സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത്. വാസന്തി ഷിനോസ് റഹ്മാൻ, സജാസ്, ഈ റഹ്മാൻ ബ്രദേഴ്സ് ആയിട്ടുള്ള ഒരു അടുപ്പത്തിൽ ഞാൻ പോയതാണ്. പടമായിട്ട് എനിക്ക് കുറച്ച് കണ്ടപ്പോഴത്തേക്കും പടത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്ക് സൗണ്ട് ഡിസൈൻ ഒരെണ്ണം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഞാന് കോളേജ് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഞാൻ അമ്മയുടെ നമ്മുടെ കാര്യം പറഞ്ഞു, പക്ഷെ അമ്മ എൻ്റെ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എങ്ങാണ് ഇയാളുടെ അകത്തുള്ള മ്യൂസിക് തീർന്നു പോയാൽ നീ എന്ത് ചെയ്യും? ഞാൻ അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് എങ്ങാണ് ഇനി മ്യൂസിക് എങ്ങാണ് നമ്മൾ തീർന്നു പോവാടാ, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊന്നും പോവില്ലായിരിക്കും. അപ്പൊ എനിക്കൊരു സൈഡായിട്ടൊരു സാധനം വേണം, തീർന്നു പോയാൽ ഞാൻ സൗണ്ടിൽ, എനിക്ക് സൗണ്ടിനെ ചുറ്റിപ്പറ്റി ഇരുന്നാൽ മതി, സൗണ്ട് മ്യൂസിക് ഒക്കെ ഒന്നായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അപ്പൊ അന്ന് ശരി, അത് അപ്പൊ എനിക്കിതൊരു ചാൻസ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഇവർക്ക് ഇതിന്ന് വലിയ പ്രതീക്ഷകളില്ല, അവര് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് സോണിൽ നിന്ന് ചെയ്തവരാ. അപ്പൊ എനിക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം കിട്ടി. ഇതിന്ന് എനിക്ക് റെമ്യൂണറേഷൻ അതൊക്കെ താണ്ടി എനിക്കൊരു ഏരിയ കിട്ടി. എനിക്കിത് ഈ പടം എനിക്ക് മൊത്തത്തിൽ തീർന്ന് എനിക്ക് കാണാം, എനിക്ക് പ്രോസസ്സിലിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സ്കോറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ റിലീക്ക് വേണം, ഇനിയിപ്പോ ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് അപ്പുറത്തേ വരുള്ളൂ. അപ്പൊ അത്രയും നേരം ഞാൻ ആ മിക്സിംഗ് സ്റ്റുഡിയോയിൽ ഭയങ്കര ഈസിയാണ്. സൗണ്ടുകാരല്ല അവർ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ചില റീലിലൊക്കെ ഇപ്പൊ ആദ്യം മ്യൂസിക് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റ് മ്യൂസിക് ഉണ്ടാവില്ല, ഫൈനൽ മിക്സിംഗ് ചുമ്മാ ഇരിക്കും കണ്ടോണ്ടിരിക്കും. പക്ഷെ സൗണ്ട് അങ്ങനെയല്ല, സൗണ്ടാണ് ഏറ്റവും വലിയ ഒരു ട്രിപ്പ് തന്നെ പറയാം. ബിക്കോസ് ഞാൻ ആ സമയത്ത് ഇരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ സെക്കൻഡ് ഭയങ്കര അലേർട്ടാ സൗണ്ട് ഡിസൈനില്. ഈ സെക്കൻഡ് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്നത്, എന്റെ കൈ അനങ്ങുന്നു, എന്റെ ഡ്രസ് വരയുന്നു, അതുണ്ട് ഇതുണ്ട്, അവിടുത്തെ AC, അതൊക്കെ ഈ സാധനങ്ങൾ ഇങ്ങനെ അലേർട്ട് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ അലേർട്ട്നെസ്സിൽ നമ്മൾ വേറെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് പോകുന്നുണ്ട്. അത് ഭയങ്കര അത് അനുഭവിച്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു, അത് വിറ്റ്നസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇത് എന്ന് വേണമെങ്കിലും എനിക്ക് തിരിച്ചു വരാം. എനിക്കത് സേഫ് സ്പേസ് ആണ്, എനിക്ക് അറിയാം എന്ന് എനിക്ക് മനസ്സിലായി. സോ അപ്പൊ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ചെറിയ പടങ്ങളൊക്കെ വന്നാൽ എനിക്ക് അങ്ങനെ ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. എനിക്ക് വലിയ ഇടിപ്പടം അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ സൗണ്ട് കേൾപ്പിക്കാന്നല്ല, എനിക്കൊരു മൂഡ് കൊടുക്കുക. നിങ്ങൾ എങ്ങനെ ഈ സീനെ കാണണം, മൂഡ് ഫിക്സ് ചെയ്യുക, ഒരു സൗണ്ടിന്റെ ഒരു നറേറ്റീവ് കൂടെ. എക്സാക്ട്ലി, ഒരു സ്റ്റോറി ടെല്ലിംഗ്, സൗണ്ടിന്റേതായ ഒരു പോയട്രി, അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതെനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ മ്യൂസിക്കും സൗണ്ടും ഒക്കെ ഒരുമിച്ച് ചെയ്ത്, അപ്പൊ എനിക്ക് അതാത് സ്ഥലത്ത് തന്നെ പോയി റെക്കോർഡും ചെയ്ത് ഞങ്ങൾ ലൈവ് സൗണ്ട് അതാത് ലൊക്കേഷൻസിലെടുത്തു. ഏറെക്കുറെ അതില് ഒരു ബേർഡ്, ഒരു വിസ്ലിംഗ് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞിട്ടൊരു ബേർഡ് സൗണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഒരിക്കൽ ഞാനും വൈഫും കൂടെ ഈ കുട്ടിക്കാനത്ത്, അപ്പൊ അവിടെ ഞങ്ങളൊരു ഇതിലിരിക്കുക, ഒരു റെസ്റ്റോറന്റിലിരിക്കുക, അപ്പുറത്തെ പൈൻ ഫോറസ്റ്റ്, അവിടുത്തെ ഏതൊരു നല്ല മരങ്ങളുടെ ഇടയ്ക്ക് നിന്നിട്ട് ഈ വിസ്ലിംഗ് സ്കൂൾ ബോയുടെ നല്ലൊരു വിസിലാ. ആ സാധനം നമ്മുടെ നാട്ടില് ഉണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ടും കേൾക്കുന്നത്. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കാണുകയും ചെയ്യാം. അപ്പൊ ഇത് എനിക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് മത്തയച്ചൻ റോണി, അപ്പൊ അവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എടാ ഈ ബേർഡ് നീലഗിരി ഭാഗത്തുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കൂവിട്ട് പോകും, രാവിലെയും വൈകിട്ടും വരും, നിനക്ക് റെക്കോർഡ് ചെയ്യണ വാ ആടാ ഇതുണ്ടോന്ന്. പിന്നെ അവന്റെ വീട്ടിൽ പോയി ഞങ്ങൾ 3-4 ദിവസം നിന്ന്, അപ്പൊ ആളുടെ ബിഹേവിയേഴ്സ് ഒക്കെ അറിയാം. ഇവരുടെ ഗുണം, ഇവരുടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഇവരൊരു ട്യൂൺ പാടും, ഇതാണ് ട്യൂണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ ഇതേ സാധനം പാടും, റിപ്പീറ്റ് ചെയ്ത് ഇതേ സാധനം പാടും. ഓക്കെ, ഈച്ച് ടൈം ഇറ്റ് ഇസ് ഡിഫറെന്റ്, പക്ഷെ they'll replicate the same thing. അടുത്തടുത്തല്ല, ഈവൻ ആഫ്റ്റർ എ വൈൽ. സോ ആൻഡ് ഈച്ച് ടൈം they are different. അവ അതൊക്കെ കാണുമ്പോ അവര് വേറെ റെലമിലാണ് ഓൾറെഡി, മൈക്കെടുത്ത് നിക്ക എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനത്തെ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി.
അപ്പൊ അത് കുറച്ച് സേഫ് ഇതായിട്ട് തോന്നി. പിന്നെ അതില് നാടകം ആൻഡ് സിനിമ ഓഫ് സിനിമ ആ ഒരു ഇത് അതും എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്ക് അതൊന്നും ചെയ്യണം എന്ന് വിചാരിച്ചു ചെയ്തു, അത്രേ ഉള്ളൂ. ഈ പ്രേമത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു മലയാള സിനിമ, അതിൽ ഇത്ര അധികം പാട്ടുകൾ വരുന്നു കുറെ നാൾ കൂടിയിട്ട്, എന്നാൽ അതിൽ 2 തമിഴ് പാട്ട്, ഈ ചിന്ന ചിന്നയും റോക്കാങ്കുത്തും അതില് വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞല്ലോ ചിലപ്പോ ഇമോഷണൽ ആകുമ്പോൾ ഞാൻ തമിഴിലായിരിക്കും തിങ്ക് ചെയ്യുന്നുള്ളത്. ലിറിക്സ് വരുന്നുണ്ട്, സ്റ്റിൽ അതിന്റെ ഈ പറഞ്ഞ മ്യൂസിക് ക്രിയേഷനിൽ ടു ഇമോഷണൽ ആകുമ്പോൾ ഇപ്പൊ ചിന്ന ചിന്നയ്ക്ക് വരുമ്പോൾ ചിൽസ് ആണല്ലോ മൊത്തം. ഈ മലർ ജോർജ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാണല്ലോ ഈ 2 തമിഴ് പാട്ട് മലയാളം പാട്ടിന്റെ ഇടയിൽ ചെയ്യുന്നത്. അത് ഭയങ്കര രസമുള്ളതായിരുന്നു. ഈസി ആയിരുന്നു? എന്തായിരുന്നു? ഈസി ആയിരുന്നു. എനിക്കതൊരു ഇതല്ല, എനിക്കത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ അത് എങ്ങനെയാ എടുക്കേണ്ടതെന്ന് അറിയാം. സോ ഐ തിങ്ക് ഓക്കെ വിത്ത് ഇറ്റ്. ഇൻഫാക്ട് ചിന്ന ചിന്ന സോങ് അതിനൊരു യാത്രയുണ്ട്, അത് ഈ പടത്തിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തതല്ല. പക്ഷെ ഞാൻ ചെയ്തതിന്റെ കൂടെ അൽഫോൺസ് ഒക്കെ ഉണ്ട്. അൽഫോൺസിന്റെ വിസിലാണ് ശരിക്കും അത് കേട്ടോ. ആണോ? ആ, അപ്പൊ ഞാനത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റുഡിയോയിലുണ്ട്. അപ്പൊ വിസിലാണ് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇറങ്ങിയെന്ന് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവൻ റെക്കോർഡ് ചെയ്ത അവന്റെ വിസിലാണത്. പക്ഷെ ഈ പടത്തിനായിട്ട് പിന്നെ വന്നപ്പോ ഈ പാട്ട് കറക്റ്റ് ആയിരിക്കും അവൻ ഫിക്സ് ചെയ്തതാണ്. ഈ പാട്ട് സിനിമയ്ക്ക് വേണ്ടിയല്ല, ഈ പാട്ട് ഈ സീനിന് വേണ്ടി ചെയ്യണം എന്ന് ഇരുന്ന് ചെയ്തതല്ല. പക്ഷെ ഈ പ്രോസസ്സിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു ഓൾറെഡി, ആൻഡ് ഈ പാട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇറ്റ്സ് എ വെരി സ്വീറ്റ് സോങ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ഇതിവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിൽ ഫിക്സ് ഇറ്റ്. അങ്ങനെ വന്നത് കുറെ കൂടെ. പക്ഷെ അത് സിമിലർ എനർജി തന്നെയായിരുന്നു. കുറച്ച് നോട്ടി, കുറച്ച് അങ്ങനത്തെ ഒരു നാണം ഒക്കെ ഉള്ള ഒരു സോൺ അങ്ങനെ വന്നത്. ചിന്ന ചിന്ന 2 വരി മൂളുമോ? അവൾ കണ്ണങ്ങൾ കണ്ണിമകൾ സിരിപ്പും കലந்து തந்த போது என்ன 1000 மின்னல்கள் என் மீது பாய்ந்து வந்ததென்ன ஓ ஏதோ காதல் என்னை செய்யும் பொழுதே மெய்யும் பொய்யும் ரெண்டும் ஒன்றாய்ப்படுதே என் நெஞ்சுக்குள்ளே புதுலாகம் போலே இன்றென்று முன்னை காதல் செய்யவா. അടിപൊളി. ഈ ചിന്ന ചിന്ന പറയുന്ന പോലെ ഇപ്പൊ റോക്കങ്ങോത്ത് വരുന്ന സമയത്ത് ഈ MGയുടെ കേട്ട പാട്ടുകൾ ഉണ്ടാവും തലയില്, ഫോക്ക് ബീറ്റുകൾ ഉണ്ട്, ബ്രേക്ക് ഡാൻസിങ് ഹിസ്റ്ററി കിടപ്പുണ്ട്. കോളേജ് ഫെസ്റ്റിവലിൽ ഒരു ഡാൻസ് ആണല്ലോ. അതെനിക്കൊന്നും പാട്ട് പോലെ മറ്റേ കൈ കൊട്ടുന്ന ഹുക്ക് സ്റ്റെപ്പും ഭയങ്കരമായിട്ട് കോളേജ് ഫെസ്റ്റിവൽ എല്ലായിടത്തും റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരുന്നു. റോക്കാങ്കുത്തിന്റെ ഒരു ഫോർമേഷൻ ആയിരുന്നു. അവിടെ ഒരു ഡാൻസ് നമ്പർ വേണം എന്ന് മനസ്സിലായി. ഇവര് ഡാൻസ് അപ്പൊ അവരെന്തായിരിക്കും ചൂസ് ചെയ്യുക? ആ സമയത്ത് ഇറങ്ങിയ ഹിറ്റായ ഒരു തമിഴ് പാട്ടായിരിക്കണമല്ലോ. അപ്പൊ ഒരു ഇതൊരു ഹിറ്റായ തമിഴ് പാട്ടാണ് എന്ന് ഞങ്ങൾ വിചാരിച്ച് ചെയ്ത പാട്ട്. ഈ പാട്ട് ഹിറ്റ് പാട്ടാണ്. അപ്പൊ നമ്മള് ഓൾറെഡി സെലക്ട് ചെയ്തത് ഇതിനാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മള് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റോക്ക് കുത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്താലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഡപ്പാങ്കുത്ത് പോലെ ഡബ് സ്റ്റെപ്പാങ്കുത്ത്, ഡപ്പാങ്കുത്ത്, റോക്കാങ്കുത്ത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് റോക്കാങ്കുത്ത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോം ആയതാ. അപ്പൊ റോക്ക് കുത്ത് ചേർന്ന് വന്ന റോക്കാങ്കുത്ത് ഇത് താണ്ടാന്ന് പാട്ടും ബീറ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാം ഇതാണ് പാട്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇരുന്ന് കമ്പോസ് ചെയ്ത് ഓക്കെ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും. അപ്പൊ അതില് മ്യൂസിക്കലി അതിലൊരു ഒരു ഈസ്റ്റർ എഗ് എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ലേ പറയാ, സംതിങ് യൂണിക് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് 4x4 തുടങ്ങുന്നത്. അത് അവിടെ നിന്ന് നേരെ 3x4 മാറും. സോ അത് രണ്ടുപേരും ഞാൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. റോക്കാണ് നമ്മുടെ നാട്. സോ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞ അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എന്തൊക്കെ ചെയ്യാം അതൊക്കെ ഈ റോക്കാങ്കുത്ത് അനിരുദ്ധ പാടിയെന്ന് എന്റെ ഈ ഇടയ്ക്ക് പലർക്കും ഡൗട്ടാണ്. ഈ ഇടയ്ക്ക് ചോദിച്ചു അനിരുദ്ധാണ് അത് പാടിയത്. അതെ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇപ്പഴാ അറിഞ്ഞേ അനിരുദ്ധ പാടിയത്. പക്ഷെ വെരി സ്വീറ്റ് ടു കം. ഞങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ഒക്കെ ചെയ്ത് അന്ന് എന്നോട് അനിരുദ്ധ് ഇപ്പൊ നമ്മള് മുരളി ഗോപി പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി അത് ഒരു സൈഡില് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാം. വേറൊരു സൈഡ് ആക്ച്വലി ആ സമയത്ത് ഈ 2 ടെറിട്ടറീസ് മലയാളം തമിഴിന്റെ ഒരു ചെറിയ എന്തൊരു ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ആ ഇഷ്യൂസിനനുസരിച്ച് ഞങ്ങളുടെ വീടിന്റെ അപ്പൊ ഞാൻ ചെന്നൈയിൽ ഇരിക്കാം, അതിന്റെ ചുറ്റളവിലുള്ള ചായക്കടയിലുള്ള ചെറിയ ചെറിയ കച്ചപിശകൾ ഉണ്ടാകുക, മലയാളം തമിഴ്
ചെറിയ ചെറിയ സാധനം ഉണ്ടാവുക, കോളേജോ കോർപ്പറേറ്റോ ഐ ഡോണ്ട് നോ സംതിങ്. അപ്പൊ ഈ ന്യൂസസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഓൾറെഡി പിസ്ത എന്നുള്ളൊരു പാട്ടൊക്കെ നമ്മൾ ചെയ്ത് അതിൽ തന്നെ ഇവര് വഴക്ക് നടക്കുന്നുണ്ട്. ഇത് മലയാളം പാട്ടാണെന്ന് മലയാളികളും, ഇത് തമിഴ് പാട്ടാണെന്ന് അവിടുത്തെ തമിഴ് ആൾക്കാർ. സോ അപ്പൊ ഇത് ആരും ഓൺ ചെയ്യണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിസ്ത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ എനിക്ക് തോന്നിയത് ഇപ്പൊ കൊളാബറേഷനേ ഉള്ളു. ഞാൻ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഇത് നല്ലൊരു തമിഴ് സിംഗർ ഇപ്പൊ ആരായിരിക്കും, അനിരുദ്ധ് നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ, പക്ഷെ അനിരുദ്ധ് ഞങ്ങൾക്ക് അങ്ങനെ അത്ര അപ്രോച്ചബിൾ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായില്ല. പക്ഷെ പുള്ളിയെ ഞങ്ങള് ഒരു വഴിക്കൊക്കെ അന്വേഷിച്ചെടുത്ത് ഇവിടെ ഒരു 5-6 ദിവസം വന്ന് നിന്ന്, അതായത് ചെന്നൈയിൽ 5-6 ദിവസം നിന്ന് പുള്ളി ടൈം കിട്ടി. പുള്ളി പെട്ടെന്ന് രാത്രി ഒരു ദിവസം 11 മണിക്ക് വിളിച്ച് രാത്രിക്ക് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് രാവിലെ ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് പുള്ളി പാടിട്ട് പുള്ളി പോയി. പക്ഷെ പുള്ളി ഇടയ്ക്ക് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല സ്ഥലത്ത് റോക്കൻ കുത്ത് ഞാൻ പാടാറുണ്ട്, അത് ഞാൻ മൈനസ് ഒന്നും ഇട്ടിട്ടല്ല, ഞങ്ങൾ എല്ലാരും അടിച്ച് പൊളിക്കാൻ വേണ്ടി ഒരു പാട്ട് പറഞ്ഞിട്ട് എല്ലാരും കൂടെ പാടും, ഞാനും പാടും. ഐ തിങ്ക് അത് വെരി സ്വീറ്റ് ഓഫ് ഹിം ഓൺലി. പുള്ളി നന്നായിട്ട് വന്ന് പാടി. ആ ടൈം പീരീഡിൽ പുള്ളി ഇങ്ങനെ റെമ്യൂണറേഷൻ മേടിക്കാറുണ്ടായില്ല. മോർ ദാൻ ദാറ്റ് അതൊരു ഗുഡ് വില്ലും ആണ്. നല്ല സിനിമയുടെ പാട്ടായി അതിന് സപ്പോർട്ട് ചെയ്യാൻ. അതെ, നല്ല അത് തന്നെ നല്ലൊരു തോട്ട് പ്രോസസ്. ഐ തിങ്ക് അത് സംഭവിച്ചു, അങ്ങനെ ഉണ്ടായത്. റോക്കാങ്കുത്തും ചിന്ന ചിന്ന ഈ പാട്ടുകളുടെ കഥയൊന്നും അറിയുന്നാലേ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പോലെ പ്രേമം പോലെ എല്ലായിടത്തും ഒരുപോലെ ഡിസ്കഷൻ ആയ ഒരു സിനിമ, സെൻസേഷൻ സ്വഭാവമുള്ള സിനിമ, അതിന്റെ അത്രയും സക്സസ് റേറ്റ് ഭയങ്കര ഹൈ ആയ ഒരു പ്ലേലിസ്റ്റ്, ഇതെല്ലാം ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുടെ മുന്നോട്ടുള്ള ജേണി ചിലപ്പോൾ ലാർജ് സ്കെയിൽ പടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബൈലിംഗൽ സിനിമകളായിരിക്കാം. അതിനൊരു ഒരു ടാർഗറ്റ് വെച്ചിട്ട് കരിയർ ഡിസൈൻ ചെയ്യുമായിരിക്കാം. എന്നാൽ ആഴ്ച നേരത്തെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇഷ്ടമുള്ള പടങ്ങൾ ചെയ്യുന്നു, ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന വാസന്തി ചെയ്യുന്നു, സൗണ്ട് ഡിസൈൻ ചെയ്യണം. ഈ അങ്ങനെ തോട്ട്സ് എപ്പോഴും ഉണ്ടായിരുന്നു, എന്റെ കരിയറിന് ഇങ്ങനെയായിരിക്കും പോകേണ്ടത്? എനിക്ക് കരിയർ ലക്ഷ്യം എന്നുള്ളൊരു സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്തോണ്ടിരിക്കാന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ഒരിക്കലും പോരുത്. അതെന്ന് എന്റെ സൈഡിൽ നിന്ന് പോയി പിന്നെ ഞാൻ പുതിയൊരു സാധനം കണ്ടുപിടിക്കണം. എനിക്കത് മെനക്കെടാൻ വയ്യ. ഇൻഫാക്ട് എനിക്കിത് ഇഷ്ടമാണ്. ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. ഞാൻ എന്തിനു ചെയ്യുന്നു, നമ്മളൊക്കെ ഒരു ലൈഫ് പീരീഡിൽ നമ്മൾ ആലോചിക്കില്ല നമ്മുടെ പർപ്പസ് എന്താ. ഈ ചിന്തകളൊക്കെ പോകുന്നതിന്റെ ഒരു ഭാഗത്തിന്റെ ഇടയ്ക്കാണ് പടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആൻഡ് എന്റെ 25-ാമത്തെ വയസ്സിലാണ് പ്രേമം എന്നുള്ള സിനിമ, 23-ാം വയസ്സിൽ നേരം എന്നൊക്കെ പറയുന്നത്. എനിക്കത് വലിയ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എന്നെ തന്നെ അതിൽ ഇട്ടിട്ടുമുണ്ട് പുള്ളി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പ്രോജക്റ്റിനെ എനിക്ക് കാണുന്ന രീതി എനിക്ക് മാറി. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് 2-3 വലിയ പടങ്ങൾ വന്നു മലയാളത്തിൽ, തമിഴിന്ന്. അപ്പൊ വലിയ 2 ആക്ടേഴ്സിന്റെ അവര് അതും പുറത്ത് പറഞ്ഞിട്ട് കാര്യം പടമൊക്കെ ഇറങ്ങി. ബട്ട് അത് അവര് വന്ന് എന്റെ അടുത്ത് കഥ പറയുന്ന സമയത്ത് അപ്പൊ ഞാനൊക്കെ ഈ പ്രേമമൊക്കെ ഇരിക്കുന്ന നമ്മള് ടൈറ്റിൽ വെച്ചിട്ട് ഇരിക്കുന്നവരാ. ഞാനൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ക്യൂട്ടായിട്ട് കാണുന്ന ടൈറ്റിൽ മാത്രമല്ല എന്റെ. ഞാൻ അതിന്റെ എന്റെ സിസ്റ്റം ഒക്കെ എടുത്തിട്ട് വന്ന് പണി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. പടം ഫുള്ള് തീർക്കണം. ആ സ്ക്രിപ്റ്റിന്റെ കൂടെ മ്യൂസിക് നടക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും തമിഴിൽ നിന്ന് ഒരു 2-3 പടത്തിൽ ഇതേ സിമിലർ അപ്രോച്ച് കിട്ടിയപ്പോഴത്തേക്കും ഞാനൊന്ന് ബ്രേക്ക് ഇട്ടത്. ബ്രോ 5 പാട്ട് ബ്രോ, ഒരു ലവ് സോങ്, ഒരു ലവ് ഫെയിലിയർ സോങ്, ഒരു കുത്ത് സോങ്, ഹീറോ ഇൻട്രോ സോങ്, இதுதான் ப்ரோ. சரி ஓகே, கதை சரி, ഇത് ഒട്ടിതാ കഥ. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അതായത് 5 പാട്ട് ചെയ്യണം. ഇതിന്റെ അകത്ത് തന്നെയാ കഥ. ഞാൻ അങ്ങനെ നല്ലല്ലോ കാണുന്നുള്ള രീതി. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ ചായ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ബൈക്ക് എടുത്തിട്ട് വിട്ടു. ഐ മീൻ ലൈക്ക് അത് എനിക്ക് അന്ന് ഭയങ്കര ഒഫൻസീവ് ആയിട്ട് തോന്നി. അതായത് ഞാൻ അങ്ങനെയല്ല കാണുന്നത്. എനിക്ക് നീ കാണുന്നുണ്ടെങ്കിൽ നീ വേറെ ആരെങ്കിലും നിനക്ക് നല്ലത്, ഞാനായിരിക്കില്ല. എനിക്ക് തന്നെ കുറച്ചുകൂടെ അകത്ത് ഇറങ്ങാൻ താല്പര്യമുണ്ട്. എന്നുവെച്ചാൽ നമ്മളിത് ഒരു പ്രാവശ്യം പടം റിലീസ് ചെയ്യുന്നു. ഒരിക്കലും എനിക്കത് അങ്ങനത്തെ ഒരു നമ്മുടെ വലിയൊരു ഹിസ്റ്ററിയുടെ വലിയൊരു ഫുട് പ്രിന്റ് ഇടുന്ന പോലെ ഞാൻ ഫീൽ ചെയ്യുന്നത്. എനിക്കത് ഒരു ചെറിയൊരു കാര്യമായിട്ട് തോന്നാറില്ല. സോ അത്രത്തോളം കമ്മിറ്റ്മെന്റും ഇതോടെ കൊടുക്കണ്ടേ എന്നുള്ളൊരു. അപ്പൊ ഇവര് വന്നിട്ട് ബ്രോ ഇതാണ് കഥ, ഇവര് 2 പേരും ഉണ്ട് സാർ, ഇത് 2 പേര് നടിக்கிறாங்க, நீங்க படம் பண்ணுவீங்களா, கதை சொல்லுங்க, நாளைக்கு அட்வான்ஸ் போடுறேன். அட்வான்ஸ் இல்லையா, கதை சொல்லுங்க, பிடிச்சிருந்தா சொல்றேன் சார், நீ கேட்குற காசு கொடுக்குறோம். ஐயா கதை சொல்லுங்க.
സോ എനിക്കൊന്ന് അങ്ങനെ അത് എന്റെയും കൂടെ എനിക്കതിനെ നയിക്കാൻ അറിഞ്ഞില്ല. എന്റെ ആ ഒരു അന്നത്തെ പറയാൻ എനിക്ക് കുറച്ചും കൂടെ അഡ്രിനാലിൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് കുറെ കൂടെ ഒന്ന് ശാന്തമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്നത്തെ വിട്ടുകൊണ്ട് തോന്നുന്നുണ്ട്, പറ്റിയില്ലെങ്കിൽ ഇല്ല. ഞാൻ എന്റെ അടുത്ത് തന്നെ അങ്ങനെ പറയുന്നത്, മര്യാദക്ക് ചെയ്യാൻ പറ്റും നിർത്തിട്ട് പോടാന്നുള്ള രീതിയിലാണ് ഞാൻ എന്റെ അടുത്ത് തന്നെ സംസാരിക്കുന്നത്. സോ ഞാൻ എന്നെ തന്നെ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി. അതിന്റെ ഇടയ്ക്ക് ഇയാൾ വന്നിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്കൊരു സാധനം ചെയ്യാം, നീ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തു, എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്? പോയിന്റ് ഇല്ല. ഇൻഫാക്ട് ഇപ്പൊ അതേപോലെ തന്നെ ചില പടങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. ഇൻ എ വേ ദാറ്റ് ഇവര് 4 വർഷം എടുത്തിട്ട് കഥ എഴുതും. പടം 3 മാസത്തിൽ റിലീസ് ചെയ്യണം. എനിക്ക് വരുമ്പോ 3 മാസം റിലീസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ 4 വർഷം എടുത്ത് ഒരു കഥ ഉണ്ടാക്കാൻ, ഞാനൊരു മ്യൂസിക് ഒരു കഥയുടെ ഞാൻ ഉണ്ടാക്കുന്നത്, നിങ്ങൾ എന്നിൽ നിന്നൊരു 3 മാസത്തിൽ തന്നെ തരണം എന്ന് പറയേണ്ട കാര്യം എന്താ? സാർ എല്ലാരും அப்படி தானே சார் பண்றாங்க, உங்களுக்கு என்ன சார் இவ்வளவு பிரச்சனை? அப்படி நீ അവട്ടെ പോയാ എന്നിട്ട് അപ്പൊ അങ്ങനെ കുറച്ച് പോയി. എനിക്കൊന്ന് കറക്റ്റ് ആയിട്ട് എനിക്കൊന്ന് പിക്ക് ചെയ്യാൻ അറിഞ്ഞില്ല. അത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൊഡക്ഷൻ, ഞാൻ ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ അകത്തുനിന്ന് ഇറങ്ങരുത്, പുറത്ത് നിൽക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, സി വാട്ട് ഇഫ് ഐ ഹാവ് ടു സേ സംതിങ്, ഐ ഹാവ് ടു ഗോ ഇൻസൈഡ്, ഐ ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബി മൈസെൽഫ്. അതന്നെ എനിക്ക് മനസ്സിലായത്. അല്ലാതെ പുറത്ത് നിന്നിട്ട് ഇന്നെന്ത് കാണിക്കുന്ന പോയിന്റ്. സോ അകത്ത് കയറണമെന്ന് മനസ്സിലായി. അകത്ത് അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ ഞാനും ഒന്ന് മാനസികമായിട്ട് പ്രോജക്റ്റുകൾ വരട്ടെ. ഐ തിങ്ക് എനിക്ക് അപ്പൊ കുറച്ചുകൂടെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ, കുറച്ചുകൂടെ കൊളാബറേഷൻസ് നടക്കും. എന്നുവെച്ചാൽ ഞാനും ഒരു പടമേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന, പോകെ പോകെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് ചെറുതായിട്ട് മാറുമ്പോൾ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഒരു മാസം 2 മാസം, 1 മാസം ഒരു ഷൂട്ട് മാറ്റി വെച്ചാൽ തന്നെ എന്റെ 1 മാസത്തെ വാടക പഴയും. സോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി, ശരി കുറച്ചൊന്ന് നോക്കാം. അങ്ങനെ നോക്കിയപ്പോ വരുന്നതൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് എടുത്തു. ഞാൻ ഒരു ഡയറക്ടേഴ്സിനോടും പിന്നെ ഞാനിങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമ എടുക്കുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ നിർത്തി. ഇതാണ് എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്യാം. വെറുതെ അവരെയും ടെസ്റ്റ് ചെയ്ത് നമ്മളും ടെസ്റ്റ് ചെയ്യപ്പെട്ട് നോ പോയിന്റ്. എന്തോ പടം എല്ലാരും ജോയിൻ ചെയ്യുന്നുണ്ട്, ഇയാൾ പടം ക്രിയേറ്റ് ചെയ്യുന്നില്ലെന്നാണ്, അല്ല ഞാനും മ്യൂസിക് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മ്യൂസിക് എന്നിൽ എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്, ഞാൻ ടൂളായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇൻഫാക്ട് എല്ലാ ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെ ഒരു പോയിന്റിൽ വിചാരിക്കുന്നുണ്ട്. സോ ആ ഡയറക്ടർ ആൻഡ് റൈറ്റർ അത് വിചാരിക്കുന്നുണ്ട്, അയാളിൽ കൂടെ സംഭവിക്കുന്നു. അപ്പൊ കഥ ചോദിക്കും, ഇന്നാള് വരണം, ആ കഥ തന്നെ ചോദിക്കും എന്തൊക്കെ സംഭവിക്കണം. അപ്പൊ എനിക്കൊന്ന് ഞാനും അങ്ങനെ ഇപ്പൊ വിചാരിക്കുന്നതുകൊണ്ട് എന്നെ ഇപ്പൊ വിളിച്ചേക്കാം ഈ ഒരു പ്രോജക്റ്റിന്. സോ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാതെ ഇവൻ എന്താ മുമ്പത്തെ പടം ഇവനപ്പം അതൊക്കെ വിട്ടുകളാം എന്നുള്ള രീതിയിൽ ഞാനുമായി കഥ എന്താ, നിങ്ങളെ കഥ എന്താന്ന്, കഥയെ കുറിച്ച് എനിക്ക് കേൾക്കാൻ ഇഷ്ടം. എന്ന് വെച്ചാൽ ആദ്യം ആ കഥ കേൾക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ കൂടെ പോകുന്നത് തന്നെയായിരിക്കും കറക്റ്റ്. അതിനെ റീവർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മ്യൂസിക് എഞ്ചിനീയറിംഗ് ആണ്. അതൊരു എഞ്ചിനീയറിംഗ്, മ്യൂസിക് അല്ല. അതായത് ഇങ്ങനെ എഞ്ചിനീയർ ചെയ്താൽ, അതെ, അല്ലാതെ ഫസ്റ്റ് നമ്മുടെ തലയിലൊരു സാധനം വരില്ലേ, ദാറ്റ് ഈസ് ഓൾവേസ് റൈറ്റ്, അത് ഭയങ്കര കറക്റ്റാ. അത് ചെറിയൊരു സ്പീഡ് കുറയ്ക്കോ കൂട്ടോ ചെയ്താൽ മതി, ശരിക്കും പറഞ്ഞാൽ അത്ര വ്യത്യാസം ഉണ്ടാവുള്ളൂ. സോ ഐ തിങ്ക് അപ്പൊ ആ പ്രോസസ്സിൽ കുറച്ചധികം എനിക്ക് ഇഷ്ടം. കഥയായിട്ട് സംസാരിക്കുക. അപ്പൊ നമ്മളുടെ ലൈഫിൽ നടന്ന, കറക്റ്റ് എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, അവർക്ക് ഇത് സംഭവിച്ചു, അപ്പൊ അവർക്കപ്പൊ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. കുറെ ഹ്യൂമൻ സയൻസും ഉണ്ടല്ലോ നമ്മുടെ സിനിമയിലെ. ഈ കഥ കേൾക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു, എന്താ രാജേഷിനെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവരും അൽഫോൻസ് പുത്രൻ സിനിമകളായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഫിലിമോഗ്രഫിയിലെ ഡിസ്കോഗ്രഫിയിലെ മറ്റു സിനിമകളുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ്, ഈ അൽഫോൻസ് പുത്രൻ കൊളാബറേഷൻസ് ഇതല്ലാതെ മറ്റു സിനിമകളും ചെയ്യുന്നുണ്ടല്ലോ. ഈ പുറത്തുള്ള ഈ പറഞ്ഞ ഓഡിയൻസിലോട്ട് ഇത് എത്തിയിട്ടുമില്ല. എന്താ ശരിക്കും അൽഫോൻസ് പുത്രനായിട്ടൊരു കൊളാബറേഷനും സിനിമകളും കാര്യങ്ങളും? ഞങ്ങള് തമ്മിൽ നല്ലൊരു സിങ്ക് ഉണ്ട്. ആൻഡ് അവന്റെ ഒരു ക്രേസിനെസിന്റെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഈക്വലി ക്രേസി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദ DC, ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ് ആണ്. നമ്മൾ ഇന്നൊരു സാധനം ചെയ്യും, 3ാമത്തെ ദിവസം വന്നിട്ട് എടാ അത് അന്ന് നല്ലായിരുന്നു, നമുക്ക് ഇങ്ങനെ കൂടെ ട്രൈ ചെയ്താലോ. ഇറ്റ് കീപ്സ് ചേഞ്ചിങ്, ഹി കീപ്സ് ചാലഞ്ചിങ്, ഹി കീപ്സ് പുഷിങ്. ഞാനൊരു നോർമൽ റൂട്ടിൽ പോയിരുന്നെങ്കിൽ ഞാൻ ഇന്നും പ്രേമം പോലത്തെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ ഇന്നും പറ്റിയില്ലെന്ന് വരാം. പക്ഷെ അന്ന് ഈ ക്രാക്കിംഗ് നടന്നു എന്റെ ഒരു 20 to 25. എന്ന് വെച്ചാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, ഇപ്പൊ സോങ്സ് ചെയ്യുന്നു, ഇപ്പൊ നേരം ചെയ്യുന്നു. ഞാനൊരു ഐഡിയ, ഒരു സമയത്ത് ഞങ്ങൾ കോമ്പറ്റീഷൻ ആവും, ഞാൻ ഭയങ്കര മ്യൂസിക് ഇടും, നീ എഡിറ്റ് ചെയ്യണം കാണാം, അവനോട് പറയും ചെയ്യും, നീ കൊള്ളാം അടിപൊളി മ്യൂസിക്, ഞാൻ കാണിച്ചാടാ, ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചാടാ, അങ്ങനെയൊക്കെ പറയും. സോ ഐ തിങ്ക് എനിക്കൊന്ന് ഞങ്ങളുടെ അകത്ത് ഞങ്ങളത്തെ ഒരു പ്ലേ ഉണ്ട്.
ആൻഡ് അതെന്റെ ഒരു കംഫർട്ട് സോണായി ഞാൻ കുറച്ച് മാറി. അത് ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തേ ഉള്ളൂ. ബട്ട് ഐ വാസ് ഫൈൻ. എനിക്ക് അങ്ങനെ വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ചെയ്യാന്നുള്ള രീതി പറഞ്ഞപ്പോ ഇവന്റെ ഐഡിയാസ് അടിപൊളിയാ. ഇൻഫാക്ട് എന്നെ ഡയറക്ട് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അങ്ങനെ ചില സമയത്ത് ചുമ്മാ വിടും, ആഴ്ചകളോളം എന്നെ വിളിക്കൂല. പക്ഷെ അവന്റെ സ്റ്റോറിയിൽ അറിയാൻ എത്ര പാനിക്കിൽ കൂടെ പോകുന്നുണ്ടാവുന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ഒന്നും അങ്ങനെ ഒന്നും അറിയില്ല. പെട്ടെന്ന് ഒരു ഇനി അപ്ഡേറ്റ് എന്നുള്ളൊരു മെസ്സേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത് കുറെ സംസാരിക്കും. അല്ലാതെ ഞങ്ങൾ ഫോണിൽ കൂടെ ഭയങ്കര ചർച്ചകൾ അതൊക്കെ കുറവാണ്. എനിക്ക് അതങ്ങനെ ഇഷ്ടപ്പെടും. പിന്നെ എന്റെ അച്ഛൻ ഭയങ്കര എപ്പോഴും പറയാറുണ്ടായിരുന്നു, നേരം സിനിമ കണ്ട് പ്രേമം സിനിമയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് പുള്ളി കൺവിൻസ്ഡ് ആവുന്നത് ഇവൻ ശരിക്കും മ്യൂസിക് ചെയ്യും, പണിയറിയാം തിയേറ്ററിൽ ഇതൊക്കെ നീയാണ് ചെയ്തത് എന്താ ചോദിക്കും. ഭയങ്കര മ്യൂസിക് ഒക്കെ വരുമ്പോ ഇത് നീയാണ് ചെയ്തത്, ഞാനാ ചെയ്തത് ഇതൊക്കെ പറയണം. പ്രേമം കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു എന്റെ അടുത്ത് ഒരു രാത്രി, നിങ്ങളുടെ ടീം അടിപൊളിയാണ്, നിങ്ങളിത് ടീമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ആലോചിച്ചിട്ട് ഇത് ആരുടെ പണിയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഓവറോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നാ സൂപ്പർബാണ്. അപ്പൊ അത് എനിക്ക് പുള്ളി പറഞ്ഞത് അതിങ്ങനെ ഇന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്കൊന്ന് ആ എനർജിയാണ്, എല്ലാവരും സേഫ് ആണെന്നുള്ളൊരു, ഇത് സേഫ് പ്ലേസ് ആടാ, ഇത് നമ്മുടെ സ്ഥലമാടാ, നീ ചെയ്യടാ എന്ന് പറയുന്ന ഒരു സാധനമല്ലേ. അപ്പൊ അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഐ തിങ്ക് അങ്ങനെയാണ് അവന്റെ കൂടെ ഒരു ജേർണി വന്നത്. ശരി, അപ്പൊ പിന്നെ പുറത്തേക്ക് നമുക്ക് ട്രൈ ചെയ്യാമെന്നൊന്നും അല്ലാതെ എനിക്ക് വർക്കുകൾ എപ്പോഴും വരുന്നുണ്ട്. ഞാനായിട്ട് ചൂസ് ചെയ്യണം വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻസിൽ മാത്രം നിൽക്കാറുള്ളൂ. എനിക്കൊന്ന് പ്രേമം കഴിഞ്ഞിട്ട് ഞാനും കുറച്ചൊരു ഇരുന്ന്, എന്ന് വെച്ചാൽ വന്ന പ്രോജക്ട്സും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെയല്ല കാണാൻ ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ആ പ്രായത്തില് ഇനി നമ്മളിപ്പോ ഇന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് അന്ന് സംസാരിക്കാൻ പറ്റും എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ തിങ്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും കൊളാബറേഷൻ ഇപ്പൊ സിനിമ ചിലപ്പോ തോന്നുന്നു സിനിമയുടെ പ്രഷർ കാണാൻ തോന്നുന്നു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന നല്ലത്. പക്ഷെ അതിന്റെ ഒരു ഗുണവും ദോഷവും ഞാൻ മനസ്സിലാക്കി. ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണെങ്കിലും സിനിമ മ്യൂസിക് ആണെങ്കിലും സിനിമ മ്യൂസിക്കിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈച്ച് ടൈം യു ആർ ഡൂയിങ് ഡിഫറെന്റ് റോൾസ്. ഒരു ക്രിയേറ്ററിൽ നിന്നും മറ്റേ ക്രിയേറ്ററിലേക്ക് നമ്മള് ഷൂ മാറുമ്പോഴത്തേക്കും വി ആർ ഡിഫറെന്റ് പേഴ്സൺ, ഹി നീഡ്സ് ഡിഫറെന്റ് തിങ്സ്. അത് നമുക്ക് ചെയ്യാൻ അറിയില്ല, നമുക്ക് അറിയത്തില്ല. സോ ദാറ്റ് പാർട്ട് ഈസ് വെരി ഫാസിനേറ്റിംഗ്. അത് ഇതെന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ, അപ്പൊ നോക്കാന്നുള്ള രീതിയിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ഞാൻ ഇരുന്നിട്ടുള്ളപ്പൊക്കെ ഞാൻ ഒരേ പാട്ട് ചകഞ്ഞ് ആഴ്ചകളോളം ഇരിക്കും. എന്നുവെച്ചാൽ നമ്മള് മതിയിടാന്ന് പറയാൻ ആരുമില്ല. അപ്പുറത്തെ ഡയറക്ടർ ഉണ്ട്, ദിസ് ഇസ് ഇനഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മള് തന്നെ റെക്ടിഫൈ ചെയ്ത് ഫൈനൽ കോൾ എടുക്കും വേണം. അത് എടുക്കുകയും വേണം. സോ ഐ തിങ്ക് രണ്ടിലും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഇപ്പുറത്ത് ഭയങ്കര പ്രഷർ ആൻഡ് ഫ്രീഡത്തിന്റെ അതൊക്കെ അതൊരു അമ്മയിപ്പാണെന്ന് മനസ്സിലായി. അമ്മയിപ്പ് എന്ന് വെച്ചാൽ ലൈക്ക് അതിങ്ങനെ അറേഞ്ച്ഡ് ആയി വരണം. ഐ തിങ്ക് എനിക്കൊന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അട്രാക്ട് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചോളൂ. അൽക്കുലത്തെ ആൾക്കാരൊന്നും എന്റെ അടുത്തേക്ക് വരരുത്. എനിക്കും അങ്ങനെ കാണാൻ താല്പര്യമില്ല. ആലുവപ്പുഴ സോങ് അത് ഈ പറഞ്ഞ വിഷ്വലിനുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്. ഒപ്പം തന്നെ ഈ പാട്ടാണല്ലോ നിങ്ങളുടെ ഒരു ആളുകളെ തിയേറ്ററിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ഈ പാട്ടാണ് ടീച്ചറിലെ ട്രെയിലറിലെ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഷോയ്ക്ക് ആളുകൾ ടിക്കറ്റ് എടുക്കുന്ന ഈ ഒരു പാട്ട്, നേരത്തിന് ശേഷം നിങ്ങളുടെ ടീമിന്റെ പാട്ടാണ്, നിവിൻ പോളി ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരുന്നത്. ഈ ആലുവപ്പുഴ സോങ് അതിനൊരു ഈ ആലുവയായിട്ടുള്ള കണക്ഷൻ ഉണ്ട്, വിഷ്വലി ഉണ്ട്, സൗണ്ടിലുണ്ട്. ആ പാട്ടിന്റെ ഒരു ക്രിയേഷൻ, അതില് അൽഫോൺസിന്റെ ഫീഡ് എന്താ ശരിക്കും? അതായത് അൽഫോൺസിന്റെ ഫീഡ് ഒരു ലവ് സോങ് ആണ് എന്ന് മാത്രമല്ല, ഇതില് ഞങ്ങളുടെ അപ്പൊ സ്ക്രിപ്റ്റും ഫോമിങ്ങും ഒരുമിച്ചല്ലേ. ഒരു ലവ് സോങ് വേണോടാ നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ ഞാന് ശബരിയൊക്കെ ഒരേ റൂമില്, ശബരി അപ്പൊ തൊട്ടപ്പുറത്തെ റൂമിൽ വിഷ്ണു ശങ്കർ ഉണ്ട്, പോരൂർ അയ്യപ്പൻ തങ്ങൾ ചെന്നൈയിൽ ഇരിക്കുക. അപ്പൊ ഞാൻ ആ ബേസിങ്ങനെ റൂമിൽ വന്നു ഇങ്ങനെ ലൂപ്പിൽ ഓടിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഇരിക്കുക, ശബരി എന്താ നിന്റെ പ്ലാൻ? ഇതിന്റെ മേളിൽ ഒരു ഫോക്ക് സാധനം രസമായിരിക്കും അല്ലേ. ആക്ച്വലി ഫസ്റ്റ് ലൈൻ ശബരി തന്നെ ഇട്ടതാ, അവൻ തന്നെയാണ് ട്യൂണോടെ പാടിയതാ. അല്ലാതെ ഇത് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അവൻ പെട്ടെന്ന് അവന്റെ കാര്യം അങ്ങനെയാ, പെട്ടെന്ന് കത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയ ആലുവ പുഴയുടെ തീരത്ത് അങ്ങനത്തെ ഒരു സോണ്. അവനാണ് ആലുവപ്പുഴ പിക്ക് ചെയ്തതും അവനാണ് ട്യൂണായിട്ട് തന്നെ പറഞ്ഞത്. അവൻ ഓൾറെഡി അവൻ ഇമോട്ട് ചെയ്ത് ലൈഫ് കൊടുത്ത് കഴിഞ്ഞു.
ഹലോ ഞാനിനി നോ പറയാനേ പറ്റിയില്ല. ഇറ്റ്സ് വെരി നൈസ്, ബാക്കി കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് ഞങ്ങൾ എന്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ഇട്ട് അത് ട്യൂൺ ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തു. അവന്റെ ആയിരുന്നു ഫസ്റ്റ് സ്പാർക്ക്. അതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം, ജമ്പി സാധനം, ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു സ്റ്റൈലായിരിക്കണം അങ്ങനെയൊക്കെ ഞാനും ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് അവിടെ നിന്ന് ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ, അതിന് മുമ്പ് ഞങ്ങൾ ട്രാക്ക് ചെയ്തിരുന്നു, അത് കുറച്ചും കൂടെ സീരിയസ് ഉണ്ടായിരുന്നു. അത് അൽഫോൺസും പറഞ്ഞു കുറച്ചുകൂടെ സീരിയസ് ആണ്, വേണ്ട ശരി വേണ്ട എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് വർക്കായി. അപ്പൊ ആലുവയില് ഞങ്ങൾ വന്നിട്ടില്ല അപ്പൊ വരെ. അവനത് കറക്റ്റായിട്ട് വന്നു, ഞങ്ങളിത് പ്ലാൻ ചെയ്തതല്ല. പിന്നെ ആ ട്യൂൺ മതി തന്നെ വെച്ച് ഞാൻ അന്ന് അങ്ങനെ തന്നെ ഇരുന്നിട്ട് അത് ബാക്കിയൊക്കെ ഞങ്ങൾ ശരിയാക്കി എടുത്ത് പറയാതെ പള്ളിയിൽ വെച്ച്. അതിനാണ് ഈ പള്ളിയിലെ മൈക്കിലോട്ട് സൗണ്ട് ട്രാൻസിഷൻ വരുന്നത്. അതൊക്കെ അത് സൗണ്ടിന്റെയും അൽഫോൺസിന്റെയും അത് പിന്നെ അങ്ങോട്ട് ഇത് തന്നെ പ്രോസസ്, ഇട്ട് നോക്കാം ആലപ്പുഴ അങ്ങനെയാണ്. പിന്നെ രാജേഷ് ചേർത്തല എന്നുള്ള ഫ്ലോട്ടിസ്റ്റ്, പുള്ളിയാണ് എനിക്ക് ശരിക്കും ലൈഫ് അതില് കൊടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ആ സാധനം ഇല്ലേ, അത് ആക്ച്വലി പണ്ടത്തെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഞങ്ങളുടെ നെയ്ബറിന്റെ കോളിംഗ് ബെല്ലായിരുന്നു പണ്ടത്തെ കിളിയില്ലേ. അപ്പൊ ഇവന്റെ മനസ്സിൽ കോളിംഗ് ബെല്ല് അടിച്ചെന്ന് എനിക്ക് കാണിക്കണം. അവൾ തിരിഞ്ഞു നോക്കിയാ എക്സൈറ്റ്മെന്റ് കാണിക്കണം. അപ്പൊ എനിക്ക് ഈ സാധനം എപ്പോഴും ഉണ്ട്. എനിക്ക് അവരുടെ കോളിംഗ് ബെല്ലിന് ഓർമ്മയുണ്ട്. അതിൽ പിന്നെ ഒരു ഈഗിളുടെ ഷേപ്പിൽ ഒരു ഫ്രെയിം വെച്ചിട്ട് നടുക്ക് ബെല്ലുണ്ട്. അപ്പൊ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇതുപോലത്തെ ആണോ, പുള്ളി അത് വായിച്ചു തന്നു. അത് കണ്ട് പിന്നെ ബാക്കി എനിക്കത് അതുകൂടെ ആയപ്പോ ഭയങ്കര കളറ്. എടുത്ത് പറയേണ്ട ഒരു വ്യക്തി. ഒരു 10-15 minutes മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റെക്കോർഡിങ്. വൺ ഓഫ് ദി ഷോർട്ടസ്റ്റ് റെക്കോർഡിങ്സ് കരിയറിലെ. ഒന്നും പറയല്ല. പുള്ളി മൈക്ക് ടെസ്റ്റ് ചെയ്യാ എന്ന് പറഞ്ഞാൽ എന്റെ ഇതാണോന്ന് പറഞ്ഞിട്ട് ചുമ്മാ വായിക്കുന്നതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നും. അത്ര ഭംഗി, അത്ര നല്ല ഒരു ഭയങ്കര ഡിവൈൻ ശ്വാസം എന്നൊക്കെ പറയില്ലേ. സോ പുള്ളിയെ പെട്ടെന്ന് ഓർക്കാം. എനിക്ക് തോന്നുന്നു ഈ പ്രേമം ഇറങ്ങിയ സമയത്താണ് ഏറ്റവും കൂടുതൽ ഐക്കോണിക് ആയതും ആളുകളുടെ റിംഗ് ടോൺ ഒക്കെ റെഡ് വെൽവെറ്റ് അതായിരുന്നു. അതില് മൊത്തമായിട്ട് ഇപ്പൊ ഈ ഗോവിന്ദായിട്ടുള്ള ഒരു കൊളാബറേഷന്റെ പാർട്ടിൽ വരുന്നതാണോ, അതിന്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരുന്നു ശരിക്കും? അതൊക്കെ ഫസ്റ്റ് ലവ്, അതൊക്കെ ട്യൂൺസ് ആണല്ലോ. അതൊക്കെ എടുത്ത് ഗോവിന്ദ് ആക്ച്വലി അൺഫിനിഷ്ഡ് ഹോപ്പ് സോങ്ങിലാണ്. അപ്പൊ ഞാൻ എന്റെ ബെഡ് മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്തു. ബെഡ് എന്ന് വെച്ചാൽ മറ്റേ ഗിറ്റാർസും അതൊക്കെ ഉള്ളു. മേളിലത്തെ ഇപ്പൊ ഗോവിന്ദ് വായിച്ചേക്കുന്നത് എന്റെ ഇല്ല. ഞാൻ ഇതെടുത്തിട്ട് ഞാൻ ഗോവിന്ദിന് അയച്ചു കൊടുത്തിട്ട്, എടാ ഇങ്ങനത്തെ ഒരു സീനാണ്, കുറച്ച് ഞാൻ സീനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഫോണിൽ കൂടെ. ഓക്കേടാ ശരി നോക്കാം ഓക്കെ മച്ചാനെ നോക്കാന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങൾ കേട്ട്. അപ്പൊ ഗോവിന്ദ് അങ്ങനെ മാൻ ഓഫ് കുറച്ച് വേർഡ്സ് അല്ലേ, ഒത്തിരി സംസാരിക്കില്ല. എനിക്കത് അത്ര ഇന്റൻസ് ആയ വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ അകത്തുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ പുള്ളി വന്നിട്ട് നേരെ വന്നിട്ട് വായിച്ചു തുടങ്ങി. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു. പിന്നെ സീൻ പറഞ്ഞു കൊടുത്തു. അന്ന് വേറൊരു സീനായിരുന്നു. വേറെ സീൻ എന്ന് വെച്ചാൽ ഇതിനൊരു കൺസ്ട്രക്ഷൻ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഓർമ്മയില്ലാന്ന് അറിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ഡിഫറെന്റ് സ്കെയിലായിരുന്നു. അപ്പൊ ഇത് അവന്റെ അടുത്ത് എനിക്ക് കഥ പറയാം. അവനും എങ്ങനെയോ അതിന്റെ അകത്തോട്ട് കേറി. അവൾക്ക് ഓർമ്മ വന്നോ ഇല്ലയോ എന്നുള്ള സംശയവും ഓർമ്മ പോയി എന്നുള്ള ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടും അതൊക്കെ ഇങ്ങനെ പറഞ്ഞ ഓക്കെ ടേക്ക് പോവാന്ന് ഇവിടെ ആളകത്തേക്ക് പോയി. അവൻ വായിക്കേ ഭയങ്കര വായന എന്ന് വെച്ചാൽ ഞങ്ങള് അട്ടർ അവന്റെ സോൾ അസാസിനേറ്റ് ആയി പോയി എന്നുള്ള രീതിയിൽ അവൻ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അത്ര വേണ്ട, ശരിക്കും മരിച്ചില്ലേ, ആവിയായി പോയ ആളുടെ ഒരു വിഷമ കഥ പോലെ വായിക്കുന്നവൻ, അത്രയൊന്നും വേണ്ടി വരില്ല എന്ന് ഞാൻ കുറച്ചേരം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആള് വായിച്ചു വന്നപ്പോഴത്തേക്ക് സ്റ്റുഡിയോയിലുള്ള എല്ലാവരും ഒരു സോണിലേക്ക് പോയി. അത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇവിടുത്തെ എയർ മാറി, എല്ലാരും ഭയങ്കര സീരിയസ് ആയി. അപ്പൊ അതിൽ നിന്ന് ഞാൻ പിന്നെ പിക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ അവൻ വായിക്കുന്നതിൽ തന്നെ ഈ പീസുകൾ കാണുന്നുണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾ ഒട്ടിച്ചു വെച്ചു. അപ്പൊ അവൻ ഒരു മര്യാദയ്ക്ക് വായിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെറുത് കുറച്ചായിട്ട് ബിൽഡ് ചെയ്ത് വന്ന. പക്ഷെ അവൻ എന്താണോ അവന്റെ ടേക്ക് ഓൺ ദാറ്റ് സീൻ അത് വായിച്ചു, ഗോവിന്ദ് വായിച്ചു. അൺഫിനിഷ്ഡ് ഹോപ്പ് ഹൈ ആവുന്നത് ഇവരിങ്ങനെ കണ്ണ് തുടയ്ക്കുന്നോടത്ത് ഇത് പെട്ടെന്ന് അല്ല അങ്ങനെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ അല്ലാത്ത രീതിയിലോട്ട് സീനുകൾ മാറുന്നു. സ്റ്റിൽ ഈ ഇമോഷൻ അല്ലെങ്കിൽ
ത്രൂ സ്ട്രിങ്സ് പുള്ളി ഇമോട്ട് ചെയ്തത് അതെ ഭയങ്കര റൈറ്റ് ആയി. ഭയങ്കര റൈറ്റ് ആയിപ്പോയി. എന്ന് വെച്ചാൽ പുള്ളി ഒത്തിരി വായിക്കുന്നുണ്ട്, ഭയങ്കര പീസ വായിക്കുന്നത്, നമുക്ക് കരച്ചിൽ വരുന്നു ഭയങ്കരമായിട്ട് വരുന്നത്. അത് ഇൻഫാക്ട് ഒരു ഡെത്ത് സീന്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ വേണ്ട കുറയ്ക്ക്, ഇങ്ങനെ മതി. അതും ഒരു 10 to 20 minutes മാക്സിമം. പുള്ളി വന്നു, 4 ടേക്ക് എടുത്തു, ഈ ലെഫ്റ്റ്, ഓക്കെ ബ്രോ ബൈ, കഴിഞ്ഞു. ഐ തിങ്ക് അതും ഗോവിന്ദനെ എനിക്ക് എടുക്കാനും പറ്റുക. ഐ അണ്ടർസ്റ്റുഡ് യു ആർ കമ്മിങ് ഫോർ എ ഗുഡ് തിങ്, ഡു ഇറ്റ്, ലിവ്, ഡു യുവർ തിങ്സ്. കഴിച്ചോ കുടിച്ചോ, പടം കണ്ടോ, ഒന്നുമില്ല, ഈസ് നോട്ട് ദേർ അറ്റ് ഓൾ. ഇറ്റ്സ് ഗുഡ് ഇൻ എ വേ. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാതിൽ മെല്ലെ തുറന്നിരുന്ന നാളിൽ രാജേഷിനെ കരിയറിന്റെ തുടക്കത്തിലെ ഈ ആളുകൾക്ക് കൊടുക്കുന്ന ഈ പ്രത്യേകിച്ച് ഈ കപ്പിൾസ് എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അവരുടെ മൊമെന്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പ്രണയമില്ലാത്ത സ്കൂളിൽ പഠിക്കുന്നവർക്ക് പോലും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ പരിപാടി, ഈ പാട്ട് കേട്ട് മറ്റേ ചിന്തിച്ച് കഥകൾ ആലോചിക്കുന്ന രീതിയിൽ ഒരു പാട്ട് കൊണ്ട് ശരിക്കും ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഈ വാതിൽ മേലെ തുറന്നിരുന്നാണ് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വരികളാണ്, മ്യൂസിക്കിലും ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് അതിന്റെ ക്ലോഷർനെസ് വേണം. ലാലുചേട്ടൻ വരുന്ന ആ പോയിന്റ് വരെ എത്തുന്നത് ഈ വാതിൽ മെല്ലെ തുറന്നിരുന്ന നാളിൽ ഇങ്ങനൊരു പാട്ട് നേരത്തെ ടോട്ടൽ സൗണ്ട് സ്കേപ്പിൽ ബ്ലെൻഡ് ചെയ്യിക്കുക എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ 8 പാട്ട് ചെയ്തു, എല്ലാം റിജക്ട് ചെയ്തു. ഇത് 9ാമത്തെ പാട്ടാണ്. അപ്പൊ അവര് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഡെയിലി ഞാൻ ഒരു ഐഡിയ കൊടുക്കും. ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ കുറച്ച് നേരത്തെ ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ചില ദിവസം കഴിഞ്ഞു പോകും, ബട്ട് മാക്സിമം ഞാൻ രാവിലെ തന്നെ ഇരിക്കും. എനിക്ക് രാവിലത്തെ ഒരു ഉച്ച വരെയുള്ള ഒരു ടൈം എനിക്ക് ഇഷ്ടം. അതിനുശേഷം ഞാൻ പിന്നെ എന്റെ കാര്യം ലേസിനെസ് അതൊക്കെ സിനിമ കാണാൻ അങ്ങനെ ആ രീതിയിൽ പോകും. അപ്പൊ അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ഡെയിലി കൊടുക്കണം, ഇതാണ് എന്റെ മനസ്സിലെ ടാർഗറ്റ്. അങ്ങനെ 8 എണ്ണം കൊടുത്തു, 8ഉം വർക്കായില്ല. അങ്ങനെ 9ാമത്തെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എല്ലാരും മൊബൈലില് അപ്പത്തെ ഹിറ്റ് പാട്ടുകള് റിംഗ് ടോൺ ആയിട്ട് ഇടുന്ന കാലം പർപ്പസ്ഫുള്ളി. അപ്പൊ അത് ആക്ച്വലി ഇതൊരു എഞ്ചിനീയർഡ് സോങ് ആണ്, ഞാൻ അത് പറയാൻ വരുന്നത്. അപ്പൊ ഇത് പാട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊരു ഫോണിൽ അടിച്ചാൽ നല്ല സുഖമായിരിക്കണം, ഇതാണ് എന്റെ ഫസ്റ്റ് ഇത് ആൾക്കാർ ക്വാളിറ്റി കൊണ്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു സുഖം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഫസ്റ്റ് ഗിറ്റാറിലങ്ങ് തുടങ്ങുകയാണ്. ഓക്കെ, തുടങ്ങി നേരെ ഇൻഫാക്ട് അങ്ങനത്തെ ഒരു ലീഡ് ആ അക്കോർഡിയൻ വായിക്കുന്നതൊക്കെ ഫോണിൽ കൂടെ കേൾക്കണം. വായിക്കുന്നത് ഭയങ്കര യൂണിക് ആക്കിയല്ലോ പാട്ട്. അതെ, അതുമായി അത് എനിക്കൊന്ന് അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ എനിക്കിത് അത് അത്രയും പോർഷൻസ് മാത്രം ഫസ്റ്റ് ഒരു ഇത്രയും ഭാഗം മാത്രം ഇത് ഫോണിൽ ആൾക്കാർ ക്വാളിറ്റി ഒക്കെ വെച്ച നല്ലതായിരിക്കില്ലേ എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ട്യൂണായിട്ട് ചെയ്തപ്പോൾ ട്യൂൺ ഒട്ടും കോംപ്ലിക്കേറ്റ് ചെയ്യരുത് എന്ന് നമ്മള് പർപ്പസ്ഫുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അറിയാമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ബൗണ്ടറീസ് ഞാൻ മാറുന്നതനുസരിച്ച് ക്യാരക്ടറും ഇമോഷനും എന്നൊക്കെ ഞാൻ മാറി പോകുന്നുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ 8 പാട്ടിന്റെ റീസൺസ് ഞാൻ മനസ്സിലാക്കി. ഞാനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ല, എനിക്കേ ബൗണ്ടറി ഇല്ല. അപ്പൊ ഞാൻ ഈ ടൈം കുറച്ച് എക്സ്ട്രാ ഒക്കെ തരുതോ അല്ലെങ്കിൽ ഭയങ്കര വേറൊരു സോണിലേക്ക് മാറിപ്പോകുന്നു, ലിറിക് വൈസ് ഓർ ട്യൂൺ വൈസ്, മീറ്റർ വൈസ്. ചിലപ്പോ ഞാൻ കീബോർഡിൽ വായിക്കും, ചിലപ്പോ ഞാൻ പാടി ട്യൂൺ ചെയ്യില്ല. പാടി ട്യൂൺ ചെയ്യുന്ന വർക്ക് ആവാറുള്ളൂ എനിക്ക്. അത് പിന്നെ ഞാനും പഠിച്ചത് ആ ടൈമിൽ കീബോർഡിൽ വായിക്കും. പക്ഷെ അത് നമ്മൾ പാടി നോക്കുമ്പോൾ ശ്വാസം കിട്ടില്ല, എവിടെയും വെച്ച് നമുക്ക് എവിടെ ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ കത്താൻ പാടാം. അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞ അപ്പൊ ആ 8 പാട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. അതൊന്നും ഇവിടെ ചെയ്യരുത്, സിമ്പിൾ ആയിരിക്കണം, ഒരു ശ്വാസത്തിൽ ഈസി ആയിട്ട് പാടാൻ പറ്റണം. വാക്കുകളായിരുന്നു സന്തോഷ് വർമ്മ ചേട്ടൻ, സന്തോഷ് ചേട്ടൻ പുള്ളി ഒന്നും പറയാനില്ല, പുള്ളി ഹീസ് ദേർ. നമ്മൾ എന്താ വിചാരിക്കുന്ന പുള്ളി തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതേ അല്ല എനിക്കൊന്നും അങ്ങനത്തെ ഒരു ചെറുപ്പി സാധനമായിരിക്കണം. എനിക്കിഷ്ടം ഇപ്പൊ നാദസ്വരം അതൊക്കെ വേണം അന്നത്തെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പടം അല്ലേ, ഇതൊക്കെ വേണമല്ലോ. അങ്ങനത്തെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ടല്ലേ അത് നാദസ്വരം ഇടുക, അങ്ങനത്തെ ഇതൊക്കെ. ഈ പാട്ട് രണ്ടുപേരും കൂടാവോ? കഥയിലോ കവിത എഴുതിയോ പ്രണയം പകരുവാൻ കഴിയുമോ, മനസ്സിനതിരുകൾ മായും അനുഭവം അത് പറയുവാൻ കഴിയുമോ, ഓർക്കാതെ ഓരോന്നോതി നിന്നെ ഞാൻ നോവിച്ചാലും മിണ്ടാതെ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ച സഖി, ഞാൻ തേടാതെ എന്നെ തേടി എന്നോളം വന്നില്ലേ നീ, വരുമെന്നൊരു വാക്കും ചൊല്ലാതെ.
വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നെൻ ജീവനിലേറിയതാരോ, കാറ്റിൽ കണ്ണിമതല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ. Yes, അടിപൊളി. Thank you. ഈ രണ്ട് പാട്ടുകൾ ഞാൻ പറയാം. ഒന്ന് പിസ്ത, ആ. ഒന്ന് സീൻ കോൺട്ര. ആ. ഇത് രണ്ടും ഏതാണ്ട് പാരലലി വേറെ തന്നെ യൂണിവേഴ്സിൽ നിൽക്കുന്ന രണ്ട് പാട്ടാണ്. ഈ സിനിമ പോകുന്ന പേസ് ഇതിലൊരു ഒരു സഡൻ ബൂം കൊടുക്കുന്ന പോലെ ഈ പാട്ട് രണ്ടും പ്ലേസ് ചെയ്യുന്നത്, രണ്ടിന്റെയും വേർഡ്സ് യൂസ് ചെയ്യുന്നത്, അതിന്റെ റെൻഡറിങ്ങില്, മ്യൂസിക്കില്, എല്ലാത്തിലും മൊത്തം സിനിമയായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. എന്നാൽ ഒരുപക്ഷെ ക്യാരക്ടറിന്റെ ഇമോഷൻ ആയിട്ടോ സിറ്റുവേഷൻ ആയിട്ടോ സൈക്കോളജി ആയിട്ടോ എവിടെയെങ്കിലൊക്കെ ലിങ്ക്ഡ് ആയിരിക്കും. പിസ്ത ഉറപ്പായിട്ടും ജഗതി ചേട്ടന്റെ ഈ വരികളുടെ ക്രെഡിറ്റ്സ് അറിയാം. സീൻ കൊണ്ട് വരുമ്പോൾ ശബരീഷ് അത് എഴുതുന്നുണ്ട്. ഈ രണ്ട് പാട്ടിന്റെ കൺസ്ട്രക്ഷൻ എക്സിക്യൂഷൻ അവിടെ പാട്ട് ഉണ്ടെന്ന് ആദ്യം സ്ക്രിപ്റ്റിലില്ല. പിസ്ത എനിക്ക് അഡ്ര നാക്ക് മുക്ക് വെച്ചിട്ട് അവൻ എഡിറ്റ് ചെയ്ത് തന്നു. നാക്ക് മുച്ചിട്ട് എഡിറ്റ് ചെയ്ത് തന്നിട്ട് ഇതിലും എടാ ഈ പാട്ടല്ല, ഇതിലും വലിയൊരു പാട്ടാണ്, ഇതിലും വലിയൊരു പാട്ടാ വിജയന്റെ, നീ എന്താ പറയുന്നത്, ഇതിലും വലിയ പാട്ടാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇലക്ട്രോണിക് മ്യൂസിക്കും കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചത്. സോ അപ്പൊ എനിക്ക് സൈഡ് ട്രാൻസ് സെക്കൻഡ് ട്രാൻസിന് ഒത്തിരി കേൾക്കുന്നുണ്ട്. അപ്പൊ അന്ന് അതൊക്കെ കേട്ട് ഉറങ്ങുക, ഇതൊക്കെയായിരുന്നു എന്റെ ശീലം. അപ്പൊ അതിലെ എലമെന്റ്സും ഡപ്പാങ്കുത്തൊക്കെ കൊണ്ടുവന്ന നല്ലതായിരിക്കും എന്നൊരു ഫീലിംഗ് വന്നിട്ട് ഒരു സൈഡ് ട്രാൻസ് ഡപ്പാങ്കുത്ത് ഞാൻ അന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ മാറി എല്ലാരും ഇങ്ങനെയായി. പിന്നെ ഞങ്ങൾ ആക്ച്വലി 2 ഭാഷയിൽ ഞങ്ങൾ പാട്ട് എഴുതി പാടിച്ച്. അത് കഴിഞ്ഞിട്ട് ശബരി വന്ന്, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ശബരി അവന്റെ ഓഫീസിൽ അവനിപ്പോ ഡബിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ അൽഫോൺസുള്ള റൂമിലേക്ക് വന്നിരുന്നിട്ട് സംസാരിക്കുമ്പോ അൽഫോൺസ് പറഞ്ഞാ, പണ്ട് കോളേജിൽ നീ പാടുന്ന ഒരു പാട്ട്, എടാ 1-2 പാട്ട് നീ പാടാറില്ലേ കോളേജിൽ? ശബരി കഥാപ്രസംഗമൊക്കെ ചെയ്യുന്ന വ്യക്തിയാ കോളേജിലൊക്കെ. അപ്പൊ അവന്റെ അകത്ത് ആ ഒരു ഒറേറ്റർ ഉണ്ട്, ക്രിയേറ്റർ ഉണ്ട്, രണ്ടും ഉണ്ട്, ഒരു എന്റർടൈനർ ഉണ്ട്. അപ്പൊ പഴയ പാട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് പാടി, രണ്ടാമത്തെ പാട്ട്, മൂന്നാമത്തെ പാട്ട് ഈ പാട്ടായിട്ട് പിസ്ത പാടി. അപ്പൊ ഞങ്ങള് വീഡിയോ കണ്ട്, അപ്പൊ കൊള്ളാല്ല, കള്ളൻ മ്യൂസിക് ഡയറക്ടർ, പടത്തിന് ശരിയായ സീൻ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ പാട്ട് ട്യൂണായിട്ട് മീറ്ററിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ട്യൂൺ ചെറുതായിട്ട് മാറ്റിയിട്ടുള്ളൂ, പക്ഷെ അത് ഓൾറെഡി ആ ട്യൂൺ ആയിരുന്നു. പക്ഷെ ഏകദേശം അതുപോലത്തെ തന്നെയായിരുന്നു ഇവിടെ ജഗതി ചേട്ടന്റെ ഇരിക്കുന്നത്. I had a lot of fun. അപ്പൊ പാട്ട് ശരിക്കും ആദ്യം ചെയ്തപ്പോ 1, 2, 3, 4 തുടങ്ങും, അങ്ങനെയായിരുന്നു. പിന്നെ പുള്ളിയുടെ ശരിക്കും ഒറിജിനൽ ഡയലോഗ് അത് ഇടുമായിരുന്നു. പക്ഷെ എനിക്കൊന്ന് അവിടെ നിന്നാണ് ആക്ച്വലി എനിക്കും ശബരിക്കും തമ്മിൽ ചെറിയൊരു വേറൊരു ഇതുണ്ടായിരുന്നു, ലെയർ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം വരെ ഞാൻ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു, ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ്. ആ റൂമിൽ വരുമ്പോഴൊക്കെ ബാക്കി എല്ലാവരും കേൾക്കുന്ന, ഇപ്പൊ ഞാൻ ചെയ്ത ഒരു മ്യൂസിക് ബാക്കി എല്ലാവരും കേട്ടോ, എടാ കുഴപ്പമില്ല, രസമുണ്ടാ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ മാത്രം എന്തുവാടാ ചെയ്തത് എന്ന് പറയും. എടാ ഇവനെ മാത്രം കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പേഴ്സണൽ സ്റ്റോറി ആയിട്ട് അവനെ പോലും അറിയില്ല. അവനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നോയിക്കോളാം, നീ ഒരു പാട്ട് പാടാം എന്റെ പടത്തിൽ, പാട്ട് പാടാ വിചാരിച്ചിരുന്ന. ഇവനിത് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തുറപ്പിച്ചിട്ടില്ല, കിട്ടി. അവന് നാളെ തന്നെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു. നാളെ റെക്കോർഡ് ചെയ്യാം. അപ്പൊ നീ ബാക്കിയും കൂടെ എഴുതാനാ? ബാക്കി എന്താ എഴുതാൻ? ബാക്കി നീ എഴുത്. എഴുതിക്കൊണ്ട് വന്ന് അടുത്ത ദിവസം റെക്കോർഡ് ചെയ്തു. പക്ഷെ ആള് സ്റ്റുഡിയോ കയറിയപ്പോഴത്തേക്കും മനസ്സിലായി, മച്ചാനെ ഇത് ഓസം പരിപാടിയാന്ന് വെച്ചാൽ. അവൻ നാണമൊക്കെ അന്ന് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിരിക്കുക. എനിക്ക് അകത്ത് വ്യക്തിയെ കാണുന്നില്ല. 20 മിനിറ്റ് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന വേർത്ത് കുളിച്ചിട്ടാ. അവന് അത്ര എനർജി അവൻ കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ ഇവിടെ കൂടെ കേൾക്കുന്നേ. അത് ഇന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും, ആ ഒരു പവർ എനർജി. സോ ഐ തിങ്ക് അതങ്ങനെ ഉണ്ടായതാ. ഞാൻ സീറ്റ് ഇരുന്നിട്ടില്ല ആ പാട്ട് ചെയ്തു. അതൊക്കെ ഇൻസ്റ്റന്റേനിയസ്. ഇത്രയും പാട്ടുകള് സിനിമകളൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പേച്ചി, അത് അങ്ങനെ ഒരു ജോണറിന് മുന്നേ സിനിമ ചെയ്തില്ല. പിന്നെയും പടക്കളൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും ആ ജോണറിനോട് എന്തെങ്കിലും സാദൃശ്യം വരുന്ന മറ്റൊരു സിനിമ വരുന്നത്. അത് വരെ പേച്ചി ചെയ്യുന്ന സമയത്ത് ഹൊറർ ജോണർ വരുന്നു. അവിടെ ഈ ആളുകളെ പേടിപ്പിക്കണം, രാജേഷ് പേടിക്കണം, എന്നാ മാത്രമേ ആളുകൾ പേടിക്കുന്നുള്ളൂ. ഈ എൻറ്റയർ സിനിമ ഈ ഹൊറർ മ്യൂസിക് വർക്ക് ചെയ്യുന്നത്. ഹൊറർ മ്യൂസിക് വർക്ക് ചെയ്യുന്നത് ഈ പടം ഫസ്റ്റ് വന്നപ്പോ, ഞാൻ പടം ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ്
ഞാൻ എന്തായാലും പടം ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുക. ആക്ച്വലി അപ്പൊ ഡയറക്ടറും ഒക്കെ ഞങ്ങളായിട്ടൊരു, പുള്ളി നല്ലൊരു മനുഷ്യനാണ്, പുള്ളി കൊള്ളാം, പുള്ളി നല്ല ഇന്റൻഷൻ കൊള്ളാം, നല്ല രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ പോവാ. വൈഫാ പറഞ്ഞത്, ആള് കൊള്ളാം, നീ പുള്ളിക്ക് വേണ്ടി ചെയ്യ്, എടാ ഹൊററാണ്, നിനക്ക് കുറച്ച് ദിവസം ഇവിടെ സമാധാനം ഉണ്ടാവില്ല. ഞാൻ പറയുന്നുണ്ട്, അല്ല നീ ചെയ്ത് നോക്ക് ചുമ്മാ നോക്ക് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ഒത്തിരി സമയം തന്നു. പിന്നെ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് വരുമ്പോ ഞങ്ങൾ ഞാൻ പറഞ്ഞ 2 മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഞാൻ കൊണ്ടുവരാം, അവർ ബേസിക് ആയിട്ട് മൊത്തത്തിൽ ഒരെണ്ണം ചെയ്യട്ടെ, എന്നിട്ട് ഞാനും നിങ്ങളും കൂടെ ഇരുന്നിട്ട് ഓരോന്നായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തുള്ള രീതിയിൽ എടുക്കാം. എന്നിട്ട് ആദ്യം 2 പേരും ഞാൻ ഡയറക്ട് ചെയ്ത് വിട്ട്, ഷാജിത്ത് എന്ന് പറഞ്ഞിട്ട് അജയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ 2 പേരും അവരുടെ ഇൻപുട്സ് തീർത്ത് പടം തീർത്ത്, എന്നിട്ട് ഇവര് എഡിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഡബിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും പുള്ളിയും കൂടെ ഇരുന്ന് കുറച്ചായിട്ട് ചെയ്യാം. ഓൾറെഡി എനിക്ക് നല്ല പേടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായി എവിടെ പേടിപ്പിക്കണേ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇപ്പൊ മ്യൂസിക് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ എന്തോ പൊട്ടാൻ പോവാന്ന്. എസ്പെഷ്യലി ഹൊറർ സിനിമയ്ക്ക് ഒരു വലിയ സൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങത്തില്ല. സോ പക്ഷെ അങ്ങനത്തെ അങ്ങനെ ഹൊറിഫിക് ആവാനും പാടില്ല, കുറച്ച് ഫോക്ലോർ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോ ചേച്ചിയുടെ വർക്ക് ഞങ്ങളത് റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾ മനസ്സിൽ വെക്കാതെ ചെയ്ത പടമാണ്. ഫോർ ദ ആർട്ട് ഓഫ് ഇറ്റ്, ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കിയത്. പേച്ചിയുടെ എനിക്ക് ഒരേ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തോ വായിച്ചോണ്ടിരിക്കുക, എന്തോ ഫോൺ വന്നിട്ട് ഞാൻ തിരിച്ചു വരിക, സ്റ്റുഡിയോയില് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്റെ വോളിയം ലെവല് കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ വെച്ചിരുന്നതെന്ന് എനിക്കറിയില്ല. എന്തോ ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്, ഞാൻ വോളിയം നോക്കുമ്പോൾ പിടിച്ച് എന്തോ തിരിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വായിച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കീബോർഡ് പിടിച്ചൊരു തട്ട് തട്ടി. ഭയങ്കര വോളിയത്തിലായിരുന്നിരുന്നത്. ഞാൻ തട്ടിയ സാധനം ഒരു ഫീമെയിൽ കൊയറിന്റെ ഒരു പാച്ചാ, പ്ലഗിന്. അത് പാന്ന് പറഞ്ഞിട്ട് അലറി. ഞാനെല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി. അപ്പത്തെ ചേച്ചി എന്താ പണി പെട്ടെന്ന് തീർന്ന, രാത്രി ഒരു 10:30 ടൈം എന്താ. ഞാൻ പേടിച്ച് കിടന്നുറങ്ങിയ. വൈഫ് എന്ത് പറ്റി, നാളെ പറയാം. രാവിലെ ഞാൻ ഈ സൗണ്ട് ഞാൻ ഇന്നലെ ഫുൾ വോളിയത്തിൽ കേട്ടു, അതാ ഞാൻ ഉറങ്ങി, എനിക്ക് നിക്കാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഫ്രീക്വൻസികളൊക്കെ ഇടപെടുന്ന കുറച്ച് സെൻസിറ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇല്ലാതെ ജസ്റ്റ് ഇതൊരു ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഇരുന്ന് ഓക്കെ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടില്ല നോക്കി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത്ര ഫ്രീക്വൻസീസ് ഒന്നും എന്റെ ശരീരത്തിൽ കൂടെ പോകണ്ട വിചാരിക്കുന്നത്. എനിക്കെന്തോ അത് ഒരെണ്ണം ചെയ്ത് നോക്കണം എന്ന് കിട്ടിയതിലൊരു ഇതായിട്ട് തോന്നി. ശരി, ഓക്കെ, അങ്ങനെ ചെയ്തു പേച്ചി. അത് റിലീസായി ഒരു 15 days ഒക്കെ ഓടി. ആ പടത്തിൽ 15 days is a big thing. അതെ, സോ വി ഓൾ അണ്ടർസ്റ്റുഡ്. സോ അതുകൊണ്ട് പേച്ചി പോലത്തെ സിനിമ ചെയ്യാൻ ചോദിച്ചാൽ എനിക്കറിയില്ല, ഒരു ഹൊറർ സിനിമ ചെയ്യാൻ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിലിപ്പോ എനിക്ക് എന്താ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ഈ എന്താ പറയാ, നമ്മളൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരാഴ്ച അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടിൽ ഈ സ്റ്റോറി നറേറ്റീവിനൊപ്പമുള്ള കംപ്ലീറ്റ് ജേണി, ഓരോ തവണ ഓരോ പാട്ടോ സൗണ്ടോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നായകൻ ഈ രാജാണല്ലോ, ഇതെല്ലാം കൊണ്ടുപോകണം. ഇത്രയും സ്ട്രഗിൾ എടുത്തിട്ടാണല്ലോ, ലൈക്ക് അതിനൊരു റിസൾട്ടിൽ ഹാപ്പി ആയിരിക്കും, പക്ഷെ അത്രയും സ്ട്രഗിളിലൂടെ മെന്റലി കടന്നു പോയിട്ടാണ് ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ എടുത്ത സ്ട്രഗിളുകളിൽ അത്രയും കിക്ക് തന്നത് ഏത് പാട്ടിനായിരിക്കും, അല്ലെങ്കിൽ ഏത് സ്കോറിനാണോ, എന്ത് അത്രയും ഒരു ഭയങ്കര ഹാങ് ഓവർ ഒക്കെ ഒരു കിക്ക് തന്നിട്ടുള്ളത്? ഇത് ഗോൾഡിലെ സ്കോറുകള് അങ്ങനെ ഞാൻ വർക്ക് ചെയ്തതാ. അല്ല, ആദ്യമായിട്ടാണ് എനിക്കും പുറത്തെ റെക്കോർഡിങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റിയത്. പുറത്തെ ഫിൽഹാർമോണിക്കും പുറത്തെ ബ്രാസ് ഫ്ലൂട്ടൊക്കെ ഞാൻ ഗോൾഡല്ലേ, ഗോൾഡ് എന്നുള്ളൊരു എൻറ്റിറ്റി തന്നെ ഇറ്റ്സ് ലൈക്ക് എല്ലാവരുടെയും കണ്ണു തുറക്കുന്ന ഒരു സാധനമാണല്ലോ ഗോൾഡ് കണ്ടത് തന്നെ. സോ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച്, അപ്പൊ ഗോൾഡ് എന്നുള്ളൊരു സാധനം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് അത് ആഫ്രിക്കൻ ആൾക്കാരെ ആ ഭാഗത്തേക്കാണ് ആദ്യം അവരെ കണ്ടെത്തുകയും പോർച്ചുഗീസ് ആൾക്കാർ വന്നതിന്. അപ്പൊ അതിന്റെ ഹിസ്റ്ററീസ് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി പേരുടെ എനർജികൾ അതിലുണ്ട്. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ഗോൾഡിൽ കൂടെ ഇറങ്ങി വന്നവരാ. അപ്പോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോഷി എന്ന് രാജേട്ടൻ ചെയ്ത ആ വ്യക്തി ആൻസിസ്റ്ററിലി അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഞാൻ കരുതുന്ന ആ പടം. അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു ഇത്രയും ഗോൾഡ് വന്നിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് എന്ന് എനിക്ക്, അതായത് യൂണിവേഴ്സലി സംഭവിച്ചിട്ടുണ്ട്. കഥ അങ്ങനെയാണ്. കഥ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഒന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ നോക്കുമ്പോ ഇല്ല, അങ്ങനെ ചിന്തിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത്രയും വർഷം ഇത് ഗോൾഡ് എന്നുള്ളൊരു സ്ഥാനത്ത് ഇത്രയും വാല്യൂ വരാനും അതായതാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇവന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കാനും ആരാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണത്. ഇതൊന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്കും
ഇതൊന്ന് വന്നിരുന്നെങ്കിൽ, ഡോർ തുറക്കുമ്പോഴത്തേക്ക് ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന സാധനങ്ങളിൽ ഒന്ന്. സോ അതിനുവേണ്ടി ഇപ്പൊ തീം സോങ് ഒക്കെ ഇപ്പൊ അങ്ങനെ കുറച്ച് ഇങ്ങനെ കുറച്ച് വോക്കൽസ് അങ്ങനെ, അപ്പൊ അതൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കുറച്ചും കൂടെ ഇറങ്ങി ചെയ്യാം. ആൻഡ് പുള്ളിയുടെ കള്ളത്തരമോ പുള്ളിയുടെ കാര്യങ്ങളോ അത് കുറച്ചും കൂടെ അതിലേക്ക് ഞാൻ കുറെ ഇന്നായി. ഓൾമോസ്റ്റ് 1.5 years അതിലും കുറച്ചായിട്ട് ഇരുന്ന് സൗണ്ട് ചെറുക്കി ചെയ്ത എനിക്കൊന്ന് അത് ആ പടം ആ സ്കോറുകൾ എനിക്ക് ഭയങ്കര തീം സോങ് എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ്. അതെ, അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇവന്റെ ആൻസിസ്റ്റേഴ്സ് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എന്റെ മനസ്സിൽ. മാരൊക്കെ വന്നിട്ടുണ്ട്, നീ ചെയ്തോടാ പരിപാടി. എനിക്കത് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഐ ലൈക്ക് ഗോൾഡിന്റെ സ്കോർസ്. എനിക്ക് ഭയങ്കര പേഴ്സണൽ എന്നുവെച്ചാൽ ഒത്തിരി പേര് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി. നല്ല വിൻഡ് മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു, നല്ല ട്രംപറ്റ്സ്, കുറെ ലൈവ് ഉണ്ടായിരുന്നു. ലൈവ് മാത്രമല്ല, ഇത്ര ആൾക്കാരുടെ എനർജി തന്നെ ഭയങ്കര രസമാണ്. ചിലവർക്കൊന്നും നമ്മള് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു പുള്ളിയുടെ ലൈഫിൽ നിന്ന് നമ്മളൊരു ജസ്റ്റ് എടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടന്റ്, അപ്പൊ ഈ സീൻ ഇങ്ങനെയാണ്, അപ്പൊ ആ സാധനം നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും, അപ്പൊ നിങ്ങൾ ഇതിനെ എങ്ങനെ വായിക്കും, ഇങ്ങനെ ആ ചർച്ചകൾ ഓരോ ലെവലിലും ഓരോ രീതിയിലും ഡിഫറെന്റ് ആയിരുന്നു, ഓരോ ലെവലിൽ ഡിഫറെന്റ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രേമം സിനിമയ്ക്ക് ഒരു ചൈൽഡ് പ്രോഡിജി ഒരു പയ്യൻ വന്നിട്ട് ഹാർമോണിക്ക വായിച്ചിരുന്നു. ഹി വാസ് ഓൺലി 11 years old. അവനോട് പ്രണയം എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവന്റെ ബംഗാളിയാണ്. മദർ ടങ് ഇസ് ബംഗാളി. എനിക്ക് ഹിന്ദി കുറച്ചറിയുള്ളൂ. പക്ഷെ ഞങ്ങൾ തമ്മിൽ 6 ദിവസം സ്റ്റുഡിയോയിൽ ഡെയിലി 10 to night വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലി മ്യൂസിക് ആൻഡ് സംതിങ് അങ്ങനെ പോവാ. അപ്പൊ ഒരു സ്കോർ എടുത്തിട്ട് ആദ്യമായിട്ട് ഈ നായികനെ കാണുകയാണ്, അല്ലെങ്കിൽ നായികയുടെ ഇൻട്രോ ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതെ. അപ്പൊ ഞാൻ കാണിക്കുന്നത്, നീ അങ്ങനെ നോക്കണ്ട, ഒരു കാര്യം ചെയ്യും, ആ കുപ്പികളിൽ ഇരിക്കുന്ന മിഠായികളൊക്കെ ഇല്ലേ, നമുക്ക് അവരെയൊക്കെ നമ്മൾ കാണിക്കണം. വെരി സ്വീറ്റ് നോ, വെരി ക്യൂട്ട്, നമ്മൾ കഴിച്ചിരുന്നെങ്കിലും തോന്നില്ലേ, അങ്ങനെ കാണുക. ഇല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് മലർ മിസ് വന്നിട്ട് പോകുമല്ലോ തിരിച്ച്, സൂപ്പർ എന്ന് പറഞ്ഞിട്ട് പോകുമല്ലോ. അപ്പൊ ഇത് വിഷമമാണോ അല്ലെന്നൊരു ന്യൂട്രൽ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പയ്യനെ കൊണ്ട് ഞാൻ ചെയ്യിച്ച വേറൊരു ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇവനോട് പറയേണ്ടത് എന്താ, അതാ നിന്റെ കയ്യിൽ മിഠായി നിന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, പക്ഷെ നീ ഒത്തിരി ആഗ്രഹിച്ചു, ഇനിയിപ്പോ പക്ഷെ നിന്റെ ടേസ്റ്റ് മാറി, നിനക്ക് മിഠായി വേണം, നിനക്ക് ബിരിയാണി മതി, നിനക്ക് മൊത്തത്തിലും ആ മിഠായി നിന്നെ മിസ് ചെയ്യുവാണ്, ഇപ്പൊ നീ ഒന്ന് കഴിച്ചിരുന്നെങ്കിലും. ഇങ്ങനെ നോക്കൂട്ടാ, ഇങ്ങനെ നോക്കി നമ്മൾ എന്താ പറയുന്നതെന്ന് പകുതിയെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഒരു കുട്ടികളുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു മ്യൂസീഷ്യൻഷിപ്പ് ഞാൻ അപ്പൊ കാണുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു കറപ്ഷൻ ഇല്ല. ഒന്നാമത് മൗത്ത് ഓർഗൻ എന്ന് പറയുന്നത് ശ്വാസമാണ്, ശ്വാസം പ്രാണമാണ്. അവന്റെ ഹോൾ ഹാർട്ടഡ്നെസ് അവൻ ഇടുന്നുണ്ട്. ഹോൾലി അവനൊന്നും മറക്കാനോ പ്ലാൻ ചെയ്യാനോ ഒന്നുമില്ല. അതൊക്കെ ഞാൻ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയ ഭാഗ്യം. ആ കുട്ടി എന്നെ ഒത്തിരി പഠിപ്പിച്ചു. ആ മ്യൂസിക് ഓർ വാട്ട് എവർ ആ ക്രിയേഷനിൽ നമ്മൾ കുഞ്ഞായിട്ടേ കാണാവൂ. എപ്പോഴും മനസ്സിലുണ്ട്, ചില സ്ഥലത്തൊക്കെ മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കും, ഓ ഈസ് എ മ്യൂസീഷ്യൻ. ആ ഒരു ഡിവിനിറ്റി അവരെങ്ങനെയോ കോർത്തു. ഞാൻ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും വൊക്കാബുലറിയിൽ വി ഷുഡ് പ്ലേ മ്യൂസിക്, വി ഷുഡ് പ്രേ മ്യൂസിക് അല്ല, പ്ലേ മ്യൂസിക് ആണ്. വി ഷുഡ് പ്ലേ മ്യൂസിക്. സോ വി ഹാവ് ടു ബി കിഡ്സ് ഫസ്റ്റ്. നമ്മളെ കളിക്കാനേ പറ്റുള്ളൂ. എനിക്കൊന്ന് അതൊക്കെ അവരിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു, കൊള്ളാന്ന് പറഞ്ഞിട്ട്. മേ ബി അതുപോലെ തന്നെ ഇപ്പുറത്തും ഇപ്പൊ ഗോൾഡൻ ഡിസില് ഒത്തിരി പേരെടുത്ത് അവരവരുടെ രീതിയിൽ സംസാരിച്ചിട്ട് അവൻ എന്ത് കൂടെയാ പോകുന്നത്, അവൻ ഒരുക്കാൻ പറ്റുമോ ഇല്ലയോ, അവൻ എന്ത് കിട്ടും, ആ പ്രോസസ് ഒക്കെ ഓരോരുത്തർ ചർച്ച ചെയ്യുന്നത് പറ്റുമോ. വെരി നൈസ്. അകത്തേക്ക് ഒത്തിരി പോകാനും പറ്റി. പുതിയ കുറെ സാധനങ്ങൾ ചെയ്യണം. പുതിയെന്ന് വെച്ചാൽ എന്റേതായ രീതിയിൽ പുതിയ പുതിയ സൗണ്ട്സ്, പുതിയ എനർജീസ് ആണ്. ഞാൻ പുതിയ ആൾക്കാർ അകത്ത് കയറുമ്പോഴത്തേക്കും ഇതിന്റെ രീതി മാറും. ആ ഹ്യൂമൻ ഫീല് വരെ ഭയങ്കര രസമാണ്. ആ പടത്തെ അത് ഡിമാൻഡ് ചെയ്തെന്ന് എനിക്ക് തോന്നി. അത് ഭയങ്കര പേഴ്സണലും കുറച്ചെന്നെ ഞാൻ എന്നെ തന്നെ കുറച്ചൊന്ന് ഒരു റൈഡിൽ കൂടെ വിട്ടിട്ടുണ്ട്. മറ്റപടി എല്ലാം ഈക്വലി ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നും. എന്ന് വെച്ചാൽ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഹാഫാണ് നമ്മുടെ ഒരു ഇന്നർ ചൈൽഡും പുറത്തൊരാൾക്ക് എന്താ വേണ്ടെന്നുള്ളത്. ഇപ്പൊ ഈ പുറത്തൊരാൾക്ക് എന്താ വേണ്ടത് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ ഇന്നർ ചൈൽഡും നമ്മൾ മറക്കും. പക്ഷെ ഇന്നർ ചൈൽഡ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും. എന്ത് പരിപാടി കാണിക്കുന്നത്, ഇത്രയും ദിവസം നീ എന്നെ അന്വേഷിച്ചു പോലും ഇല്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നീ ചെയ്യുന്നേ, എനിക്കൊട്ട് ഇഷ്ടമല്ല. ഇന്നർ ചൈൽഡ് വന്നിട്ട് ഭയങ്കര കോൺവെർസേഷൻ. സോ ഈ ബാലൻസ് കൂടെ വരേണ്ട ഒരു പ്രോസസ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഗോൾഡിൽ കുറെ പറ്റി. അത് എല്ലാ പാട്ടിലും അതുണ്ട് കേട്ടോ. എല്ലാ പാട്ടിലും പൊതുവേ ആ ഒരു സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല,
അത് എന്താ അതെങ്ങനെ ചെയ്യാം, ഇത് ചെറിയ ചെറിയ കുട്ടി കുട്ടി ചാലഞ്ചസ് ആയിട്ട് കാണുന്നത് അത്രേ ഉള്ളൂ. പക്ഷെ ഐ തിങ്ക് വി ഷുഡ് പ്ലേ അറൗണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. നൗ വാട്ട് വിൽ ഡു, അങ്ങനത്തെ ഒരു പ്ലേ. സീൻ കോൺട്ര വരുന്ന സമയത്ത് അന്ന് ഈ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക്, അതൊരു പാട്ടിനെ ലീഡ് ചെയ്യുന്നു. ഈ പറഞ്ഞ മറ്റേ പ്രണയം, ബ്രേക്കപ്പ്, ഇതെല്ലാം ആ പാട്ടിൽ കാണിക്കുകയും വേണം. വിഷ്വലി അത് ഭയങ്കര ക്വേർക്കി ആയിരുന്നു. ഒരു വിയേർഡ് വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് പ്ലേ ചെയ്തായിരുന്നു. ഈ സീൻ കോൺട്ര പാട്ട് അത് വർക്ക് ആവുന്നൊക്കെ നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു മൊമെന്റ് എന്താ? സീൻ കോൺട്ര ഇതേപോലെ തന്നെ മറ്റേ ചിന്ന ചിന്ന സോങ് പോലെ തന്നെ ആ പാട്ട് ഉണ്ടായി വരുന്നതിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പടത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഇവിടെ കമ്പോസ് ചെയ്യാമെന്ന് ചെയ്തതല്ല. പക്ഷെ ഞങ്ങളുണ്ട്, അൽഫോൺസ് ഉണ്ട്, ഞാനുണ്ട്, ശബരി ഉണ്ട്. ശബരി ഫസ്റ്റ് എഴുതുകയാണ്. അവള് വേണ്ട, ഈ കാണുന്നവൾ മരണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, എടാ എന്റെ ഒരു സാധനം ഉണ്ട്, ഇത് എങ്ങനെയുണ്ട് അന്ന് എന്റെ ഒരു ബീറ്റ് ഉണ്ട്, ഞാൻ എന്റെ ബീറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് ഇന്ന് മേളിൽ കൂടെ പാടുന്നത്. കുഴപ്പമില്ലല്ലോ കടയാന്ന് പറഞ്ഞിട്ട് അവൻ ഓൾറെഡി എഴുതി. എന്നിട്ട് അൽഫോൺസിനെ കൊടുത്ത് അൽഫോൺസിന്റെ കുറച്ച് ഇൻപുട്സ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും ഇത് ഓൾറെഡി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പടമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ക്യാരക്ടർ ഇങ്ങനെ പറയുന്ന സ്ക്രിപ്റ്റിൽ കൂടെ വന്നപ്പോ എനിക്കൊന്നത് അങ്ങനെ മെർജ് ചെയ്ത് വിട്ടതാ. ഇത് ഇവിടെ ഈ സാധനം വരാടാ കറക്റ്റ് ആയിരിക്കും. ഞങ്ങളൊക്കെ ബിഗിനേഴ്സ് ആയിരുന്നു. അപ്പൊ അൽഫോൺസിന്റെ അപ്പത്തെ സ്ക്രിപ്റ്റ് എനിക്കറിയാം, പലവരുടെയും സ്ക്രിപ്റ്റ്സ് നമ്മളത് ഡിസ്കസ് ചെയ്യപ്പെടും. അപ്പൊ നമ്മുടെ മ്യൂസിക് അവിടെ ഷെയർ ചെയ്യപ്പെടും. അപ്പൊ അവന്റെ എന്റെയും ലൈബ്രറീസ് കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ ചെയ്തവനും അറിയാം. അപ്പൊ ഇത് നമുക്ക് ചെയ്യാം, ഇത് രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശബരിയുടെ, അപ്പൊ അത് ആക്ച്വലി പ്രോപ്പർലി ശബരിയുടെ ബ്രെയിൻ ചൈൽഡ് ശരിക്കും പറഞ്ഞു. മ്യൂസിക് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് സീൻ കോൺട്ര വേണ്ട ആ സാധനങ്ങളെല്ലാം അങ്ങനത്തെ ഒരു സാധനം ഫുൾ അവന്റെ ഐഡിയ തന്നെ. ഐ തിങ്ക് അങ്ങനെ ഉണ്ടായി. സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ പാട്ട് ഇൻഫ്ലുവൻസ് ഒക്കെ പറയുമ്പോൾ പുറത്തെ പല മ്യൂസിഷ്യൻസിനെയും മെൻഷൻ ചെയ്ത് കണ്ടു. ഇവിടെ നമ്മുടെ റൂട്ട്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യ ഇപ്പൊ എല്ലാവരും ഇപ്പൊ റഹ്മാനെ പറയുന്നുണ്ട്, ഇളയരാജ പറയുന്നുണ്ട്, ജോൺസൺ മാസ്റ്റർ, ഇതെല്ലാം ബാക്ക് ടു ബാക്ക് കോൺവെർസേഷൻ വരുന്നതാണ്. രാജേഷിന് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഇവരുടെ ഒക്കെ ബെസ്റ്റ് ഞാൻ കയ്യിൽ അടുത്ത് വെച്ച് പേഴ്സണലി വെച്ചിട്ടുണ്ട്. രാജാ സാർ ആയിക്കോട്ടെ, രാജാ സാറിന്റെ ഇന്നും എനിക്കൊന്ന് രാജാ സാർ ഇന്നും പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇന്നും പുള്ളി ഫിൽഹാർമോണിക് റെക്കോർഡ് ചെയ്യുന്ന. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇവരൊക്കെ മോണോ കാലത്ത് ചെയ്തവരാ. അപ്പൊ മ്യൂസിക്കിനെ ഇവർ കണ്ട രീതി വേറെന്തോയാണ്. അപ്പൊ ഞാൻ കുറച്ച് ഉറപ്പായിട്ടും പുള്ളിയുടെ മ്യൂസിക്കാലിറ്റി ഞാൻ എടുക്കുന്നുണ്ട്. പുള്ളി വേറൊരു കമ്പോസറിൽ നിന്ന് വേറെ പല മ്യൂസീഷ്യൻസിൽ നിന്ന് പുള്ളി എടുത്തായിരിക്കും. പുള്ളിയുടെ നാട്ടും പുറം പുള്ളിയുടെ ലൈഫ് എല്ലാം കൊണ്ടുവന്നിട്ട് പുള്ളി നല്ല ഫോക്ക് മ്യൂസിക്കിന്റെ താഴെ പുള്ളി ബാക്ക് അതുപോലത്തെ ആൾക്കാരുടെ ഓർക്കസ്ട്രേഷൻസ് താഴെ ഇടുന്നുണ്ടൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് സംതിങ് എൽസ്. അപ്പൊ അത് ഉറപ്പായിട്ടും വലിയൊരു ഇൻസ്പിറേഷനാണ്. പിന്നെ ബാക്കിയുള്ളവർ എനിക്കൊന്ന് ബാക്കിയുള്ളവർക്ക് അവരവരുടെ ബെസ്റ്റ് ഞാൻ കണ്ടിട്ട് ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് എന്റെ മനസ്സിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ റഹ്മാൻ സാറിന്റെ തോട്ട് എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട്. പുള്ളി എപ്പോഴും ഒരു 10 വർഷം മുമ്പേ കാണുന്നുണ്ട്. പുള്ളി ഇന്നത്തെ തലമുറയ്ക്ക് ശരിയാണ്, പക്ഷെ പുള്ളി 10 വർഷം കഴിയുമ്പോഴും ഈ സാധനം കേട്ടോ ഇന്നത്തെയൊക്കെ വീട് അതിപ്പോ പെട്ടെന്ന് തന്നെ ഒരു 6 മാസം കഴിഞ്ഞ് പുതിയ കണ്ടന്റ് ഇതൊക്കെ മാറും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാം. ബട്ട് എനിക്കൊന്ന് പുള്ളി എപ്പോഴും കുറച്ച് സാധനങ്ങൾ അകത്ത് ഫ്രണ്ടിലേക്ക് കാണുന്നുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പുള്ളിയുടെ ഒരു തരം സറണ്ടർ ഉണ്ട് ചില സ്ഥലത്തൊക്കെ. ചില പാട്ട് കേൾക്കുമ്പോൾ പുള്ളി അങ്ങ് സറണ്ടർ ചെയ്ത് വിട്ടേക്കാം. പുള്ളിയുടെ കയ്യിലും കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിൽ പുള്ളി പാട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് എല്ലാവരിൽ നിന്നും ഞാൻ കുറച്ച് അവരുടെ നല്ല വശങ്ങൾ എനിക്ക് കണ്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരിൽ നിന്ന്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ചരൺ രാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സപ്തസാഗര സോങ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ചരൺ ഞാൻ കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടേക്കും. മ്യൂസിക് മാൻ താങ്ക് യു മീൻസിലോട്ട് അയാൾ പറഞ്ഞാല് എനിക്ക് തന്നേക്കുന്ന വലിയ ഗിഫ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് എല്ലാവർക്കും. ഇപ്പൊ സുഷിൻ ഈസ് റോക്കിംഗ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് റോക്കിംഗ്. സുഷിന്റെ ബെസ്റ്റ് കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ സുഷിൻ കാരണം ആക്ച്വലി വലിയൊരു ഇൻഡസ്ട്രി ഓപ്പൺ ആയി. ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൻ ഇപ്പൊ ബോളിവുഡ് ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന രീതിയിലായി ഇങ്ങോട്ട്. മുമ്പേ ഉണ്ടായ, പക്ഷെ അതല്ല, ഇന്ന് ഭയങ്കര ഒരു മാർക്കറ്റ് ഉണ്ട്. ഇന്ന് തമിഴ് സിനിമ ചെയ്യുന്ന എന്റെ അടുത്ത് കഥ ചെയ്യുന്നവര് എന്റെ അടുത്ത് ചോദിക്കും, സാർ വേറെ എല്ലാം പടം പണ്ടിരുന്ന ഇല്ല 2 മലയാള പടം പണ്ടേ. മലയാള പടമാ ചോദിക്കുമ്പോഴാണ് അതത്ര ഓക്കെ അറിഞ്ഞില്ല. എനിക്കൊന്ന് സുഷിന്റെ പുതിയ സൗണ്ട്സ് കൊണ്ടുവരിക, അതിന് മെലഡീസ് ഓൾവേസ് ദേർ. റീസെന്റ് ഞാനിപ്പോ വിഷ്ണുവിടെ ഞാൻ കേൾക്കുന്നുണ്ട്. ചെത്ത് സോങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കേൾക്കും. ഷാപ്പില് അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. അതിലെ ലവ് സോങ് ഭയങ്കര ക്യൂട്ടാ, എവരിഡേ അടിപൊളിയാണ്. ജസ്റ്റിൻ ഉണ്ട്. എനിക്കൊന്ന് ഇത് എവിടേക്കോ എല്ലാവരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി കൊടുക്കുന്നുണ്ട്. ഒരാൾ ഒരു സാധനം ചെയ്യുന്നത് വേറൊരാൾ വേറൊരു സാധനം ചെയ്യുന്നത്. അത്
അത് വളരെ സ്പോർട്ടീവായിട്ട് ഉം. അൺകോൺഷ്യസ്ലി നടക്കുന്നുണ്ട്, ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. ആൻഡ് എനിക്ക് ഇപ്പൊ തമിഴിലാണെങ്കിലും ഉണ്ട്, ഒബ്വിയസ്ലി അനിരുദ്ധുണ്ട്, നല്ല എനിക്ക് ഇവരുടെയൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ എടുത്ത് അത് കണ്ടുവച്ചിട്ടുണ്ട്. അത് മാത്രം എന്റെ ലൈഫിൽ എനിക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നല്ലാതെ. Yeah. ഈ രാജസാറിന്റെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ടോ? ராசாத்தி வண்ண காணாத நெஞ்சு காத்தாடி போலாடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மானே ஒன்ன தேடுது, ராசாத்தி வண்ண காணாத நெஞ்சு കാത്താടി പോലാടുത്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നതാ. പുള്ളി എന്തൊക്കെ എല്ലാ മൂഡിലും എല്ലാ മോഡിലും എല്ലാ സിറ്റുവേഷനിലും റോക്ക് സ്റ്റാറിന്റെ മറ്റേ ബിൽഡപ്പ്. ഇപ്പൊ ചിലപ്പോ ഇതൊക്കെ ഓർക്കുമ്പോ ഈ സിനിമ ഉണ്ടല്ലോ നമ്മുടെ മൗനരാഗത്തിലെ ലാസ്റ്റ് വെറും ബീജിമിൽ മാത്രം പടം തീർക്ക, ജോൺസൺ മാഷിന്റെ സ്കോർസ്, അതെന്ന് വെച്ചാ പുള്ളി ചെയ്ത സാധനം തന്നെ ഞാൻ കീബോർഡ് ഇങ്ങനെ വായിച്ചു നോക്കും ചുമ്മാ. പക്ഷെ എങ്ങനെ ഈ പുള്ളി ഗിറ്റാറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫ് പുള്ളി കാണുന്ന രീതി ഡിഫറെന്റാ. പക്ഷെ അത് എങ്ങനെ ഇതിന് കറക്റ്റ് ആണെന്ന് പുള്ളി വിചാരിച്ചു. തൂവാനം തുമ്പികൾ എങ്ങനെ പുള്ളി കറക്റ്റ് ഇതാണെന്ന് പുള്ളി ദാറ്റ് സ്റ്റോപ്പിംഗ് അതൊക്കെ എനിക്കൊന്ന് ഇവരിൽ നിന്നൊക്കെ എടുക്കാം, ജഡ്ജ്മെന്റ് എടുക്കാന്നുള്ളത് ഇത് കറക്റ്റ് ആണ് എന്ന് തോന്നുന്നത്. അതൊക്കെ ഐ തിങ്ക് ബിഗ് തിങ്. ഈ നേരത്തെ എനിക്ക് രാജേഷിനെ കാണുമ്പോൾ എന്റെ ഫസ്റ്റ് രാജേഷ് മുരുകേശൻ വിഷ്വലൈസ് നാളെ ഇരിക്കുന്നവരുടെ ഒരു ഇമേജ് ആണ് ഈ ക്രൗഡിന്റെ ഇടയില് എനിക്കൊന്നൊരു ബ്ലാക്ക് വൈറ്റ് സ്ട്രിപ്സ് ഷർട്ടിലിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഈ നാളെ ഇരിക്കുന്നവർ അത് നിങ്ങളുടെ പലരുടെയും ലൈഫ് ചേഞ്ചിങ് പോയിന്റ് ആയിരുന്നു, അവിടുത്തെ പല മൊമെന്റുകളുണ്ട്. ഇപ്പൊ ഒരു റീകളക്ഷൻ എന്താ ശരിക്കും? ആ സമയത്ത് ഈ നാളെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ ഒരു ദിവസം അൽഫോൺസ് വിളിച്ചിട്ട് എടാ ഒരു ഷോർട്ട് ഫിലിം കോണ്ടസ്റ്റ് പോലെ എന്തോ പരിപാടിയാണ്, അങ്ങനെ എന്തോ ഭയങ്കര വേഗമായിട്ടാ പറയുന്നത്, ഷോർട്ട് ഫിലിം നീ മ്യൂസിക് ചെയ്യേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വന്ന് കാണുന്നപ്പോഴത്തേക്കും കാർത്തിക് സുബ്ബരാജാണ് അപ്പൊ ഇരിക്കുന്നത് അവിടെ. അപ്പൊ പുള്ളി അപ്പൊ IT ഒക്കെ വിട്ട് വന്നേക്കാം. എന്നിട്ട് സാർ രാജേഷ് 2-3 ഷോർട്ട് ഫിലിംസ് പണിട്ട് ഒരു 3 ഷോർട്ട് ഫിലിംസ് ഇருக்கு ദ കോണ്ടസ്റ്റ്. എന്നിട്ട് ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് രാജാറാണി, എനിക്ക് കറക്റ്റ് ഓർഡർ അറിയില്ല, പക്ഷെ രാജാറാണി ഏതൊന്ന് അവിടെ ആ ഓഫീസിലായിരുന്നു, മണികണ്ഠന്റെ ഓഫീസിലായിരുന്നു അത്, ഡയറക്ടർ മണികണ്ഠന്റെ ഓഫീസിൽ. അപ്പൊ വൈകിട്ട് വിജയ് സേതുപതി അന്ന് അപ്പൊ അവരൊക്കെ സ്റ്റാർട്ടേഴ്സ് ആണ്, ബോബി സിനിമ. ഇവരൊക്കെ ഭയങ്കര ഡ്രീംസോടെ വരുന്നവരാന്ന് ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര ഡ്രീംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ആരും തോപ്പിക്കാനല്ല, ഫോർ ദ ലവ് ഓഫ് ഇറ്റ്. അത് ഭയങ്കര റോ ലവ് നമുക്ക് കാണാം. ഇപ്പൊ മണികണ്ഠൻ എന്നുള്ളൊരു വ്യക്തി ക്യാമറ എടുത്തിട്ട് രാവിലെ ബുള്ളറ്റ് എടുത്തിട്ട് എങ്ങനെങ്കിലും പോകും, വൈകിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസ് ആയിട്ടൊക്കെ വരും. കാർത്തിക് സുബ്ബരാജ് ഇവിടുന്ന് കഥ ആണെങ്കിൽ കണ്ടന്റിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ പുള്ളിയുടെ സ്റ്റൈല് ഭയങ്കര രസമാണ്. ഇപ്പൊ അൽഫോൺസ് ഒബ്വിയസ്ലി ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുകയും സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുകയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ടൈമിൽ. അത് എനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു, ബിക്കോസ് നമ്മള് 4 പേര് ചേർന്നാല് ഇങ്ങനെയും സംസാരിക്കാം, ഇത്രയൊക്കെ മതി, അവന്റെ കാര്യം നോക്കി പോയാൽ മതി. ബട്ട് അത് ആ ഒരു ഗ്രൗണ്ടിങ് പ്രോസസ് അവിടെ ശരിക്കും നടന്നു. എനിക്കൊരു ഫസ്റ്റ് കിട്ടുന്ന ഒരു ഓപ്പണിങ് അതായിരുന്നു, ടു സീ മൈസെൽഫ് വാട്ട് ഐ കണ്ടു. അങ്ങനെ ആർക്കാ താങ്ക്സ് പറയേണ്ടെന്ന് അറിയില്ല, അതുപോലത്തെ രീതിയിൽ അത് വന്നത്. കാർത്തിക് സുബ്ബരാജ്, മണികണ്ഠൻ ഇവരൊക്കെ സ്റ്റാർട്ടേഴ്സ് ആയിരുന്നെങ്കിലും അവരൊക്കെ വിഷൻ വലുതായിരുന്നു. അത് ഇന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. അന്നേ അവർ കണ്ടുകൊണ്ടിരുന്നതാണ്, കുറച്ചായിട്ട് ഫോം ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ഞാനും നല്ലൊരു ടേക്ക് എടുത്തിട്ടുണ്ട്. ഞാനും ചെയ്യുമ്പോഴൊക്കെ അത് എന്താവുന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഈ ടിവിയിൽ ഫസ്റ്റ് കാണുമ്പോഴാണ് ഓ ഇത് പരിപാടി കൊള്ളാം, കലങ്ങർ ടിവിയിൽ വരുന്നത് ഭയങ്കര പരിപാടിയാണല്ലേ എപ്പോഴാ തോന്നുന്നത്. എനിക്കൊന്ന് അത് ഭയങ്കര ഒരു സംഭവം. ആ വഴി തന്നെ നളന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അപ്പൊ നമ്മളൊരു പടമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നു. പിന്നെ നേരത്തില് ഞാൻ കയറി അപ്പോഴത്തേക്കും കാർത്തിക്, സന്തോഷ്, അങ്ങനെ നിങ്ങളെന്ന് അസോസിയേറ്റ് ചെയ്ത എല്ലാവരും ഈ പറഞ്ഞ പോലെ നിങ്ങളുടേതായിട്ടതല്ല, നിങ്ങളെല്ലാവരും ഒരു യുണിക്നെസ് പല ഇൻഡസ്ട്രികളിലായിട്ട് അത് ഡെലിവർ ചെയ്തിട്ടുണ്ടല്ലോ, ആളുകളിലോട്ട് എത്തിയിട്ടുണ്ട്. അതിലെടുത്ത എഫേർട്ടുകളൊക്കെ റിസൾട്ട് പോലെ അത് ഭയങ്കര ഒരു മൊമെന്റ്, പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് ആണ്. ഇന്ന് ആ ഫോട്ടോ ഒക്കെ തിരിച്ച് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ കാർത്തിക് സുബ്ബരാജനെ അയക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മണികണ്ഠൻ ഞാൻ അയച്ചു കൊടുക്കും. ഈ 4 പേര് ആ സോഫയിൽ ഇരിക്കുന്ന ബോബിക്ക് ഞാൻ അയച്ചു കൊടുക്കും, ചുമ്മാ വിളിച്ചിരിക്കും. അന്ന് നമ്മള് എന്താവുന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളൊരു സ്ഥലത്തൊക്കെ ഇരിക്കുന്ന ഒരു ടൈം. അപ്പൊ ഈ മദൻ സാർ, അവിടുത്തെ ജഡ്ജസ് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. മദൻ സാർ എല്ലാം സോപ്പിട്ട് പറയും, പ്രതാപ് സാർ നേരെ
Why did you do this? Why did you do this? This is such a pity work എന്നുള്ള രീതിയിൽ പറഞ്ഞാല് അല്ല പിന്നെ മദൻ സാറ് അതില്ലപ്പാ ഞാൻ എന്നാ சொல்றேன் അവർ എന്നാ சொல்றாருன்னா സോപ്പ് ഇട്ടിട്ട് മസ്ക് അടിച്ചു തരും. പക്ഷെ അറ്റ് ജസ്റ്റ് ഡേ രണ്ടും ആ പ്രോസസ്സും നല്ലതായിരുന്നു. എന്തിനാ ശരിക്കും പടം എടുക്കുന്നത്? ഒരു സീനിൽ ഒരു സാധനം ഇല്ല, പക്ഷെ ഇന്ന് മാത്രമേ ആ ലൊക്കേഷനുള്ളൂ, നമ്മൾ എങ്ങനെയും ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ മെയിൻ സാധനം ഇല്ലാതെ എന്ത് ഷൂട്ട് ചെയ്യാനും? പിന്നീട് ലൈക്ക് അത്തരം കാര്യങ്ങൾ, ലോജിക്കൽ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പൊ ഒരു സാധനം, ഒരു തീം മ്യൂസിക് വേണം, ആ ഒരു സ്പെസിഫിക് എലമെന്റ് വേണം, അതില്ല, നമുക്ക് എങ്ങനെയും ഒപ്പിക്കാന്ന് പറഞ്ഞാൽ അതില്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? പോയിന്റ് അതില്ലല്ലോ. സോ ഐ തിങ്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ അവനോട് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും സംസാരിച്ചു, ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു ഈ ടീം പ്രേമം, മറ്റേ റീയുണൈറ്റിങ്, റിട്ടേണിങ്, ലിവിൻ, രാജേഷ്, അൽഫോൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ പ്ലാൻസ് ഉണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നല്ലല്ലേ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഫോൾ ഇൻ പ്ലേസ് ആവാനുണ്ട്. അങ്ങനെ ആയത് താനാ ഇറ്റ് വിൽ ഹാപ്പൻ. ആർക്കും ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി, ആർക്കും ഒന്നും പുഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി. ഇൻഫാക്ട് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിങ്ങനെ ഹാപ്പൻ ആകണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ആർക്കും മനസ്സിലായി. ഇപ്പൊ ഇറ്റ് ഹാസ് ടു ഫോൾ ഇൻ പ്ലേസ്. അവരവരുടെ ഡേറ്റ് എല്ലാം അവനവന്റെ, എന്റെ ടൈം, അവരുടെ ഇപ്പൊ അൽഫോൺസിന്റെ എവറിത്തിങ് എല്ലാവരും കറക്റ്റ് ആയിട്ട് പ്ലേസ് ആവണമെങ്കിൽ there is some other element has to come in. So maybe we'll have to wait. സംഭവിക്കട്ടെ. ഈ ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും നമ്മൾ സംസാരിച്ചല്ലോ, കരിയർ, പാട്ടുകള്, ലൈഫ്, ഇതൊക്കെ വന്നു. ഈ ഇത്രയും ലോങ് ജേർണി, സിനിമകളുടെ എണ്ണം വളരെ കുറവാണ്. അതിന് ഈ പറഞ്ഞ സെലക്റ്റീവ് ആവുന്നത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതൊക്കെ അതിന്റെ ഒരു എന്താ പറയുക മാനദണ്ഡമായിരിക്കാം ഒരു സിനിമ ചെയ്യാനായിട്ട്. എല്ലാം വിട്ടു, ഇനിയിപ്പോ ഫുൾ വരുന്നത് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാന്നുള്ള രീതിയിൽ. ഈ എന്തായിരിക്കും ഈ കരിയറിന്റെ ഇനിയുള്ള ഒരു വിഷൻ? ഇത് എങ്ങനെ പോകണം ഈ കരിയർ? എന്താ അതിലൊരു ടേക്ക് ഉള്ള? ശരിക്കും ഞാൻ മാക്സിമം ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നു. ഇപ്പൊ ഞാനായിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റൂല. ഓരോ ക്രിയേറ്റേഴ്സിന്റെ നിന്നേ എനിക്കും ആ ക്രിയേറ്ററിനും ഗുണമുള്ളൂ. അതിൽ നിന്നാണ് ഒരു എനർജി, ആ എനർജിയിൽ നിന്ന് വേറൊരാളെ അട്രാക്ട് ആവുക, അങ്ങനെ ഒരു എനർജി ഫീൽഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ അതിനെ മാക്സിമം ബ്ലെൻഡ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക, അതെനിക്ക് വലിയൊരു ആഗ്രഹമാണ്. മുന്നത്തെ ഇപ്പൊ എനിക്ക് ഇപ്പൊ കുറച്ചു കാലമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ കൊളാബറേഷൻസ് നടക്കണം എന്ന് തോന്നുന്നു. ഒരാളുടെ പേരിൽ മാത്രമല്ലാതെ ഇന്ന രണ്ടുപേരും കൂടെ ചേർന്ന എങ്ങനെ ഉണ്ടാവും, അന്ന ആളുടെയും കൂടെ സാധനം വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആ ഒരു ഓപ്പൺ കൊളാബറേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കില്ല എന്ന് എനിക്കറിയാം. അത് എനിക്കൊന്ന് റീസെന്റ് ഇതിൽ തന്നെ നടക്കും. ഓൾറെഡി ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇപ്പൊ പല രീതിയിലും പൊങ്ങുന്നുണ്ട്. ഇനിയിപ്പോ അത് ഇപ്പൊ പതുക്കെ സിനിമയിലേക്കും വരും. ഇയാളുടെ പാട്ടൊക്കെ എടുത്തിട്ട് ഒരു സിനിമ ചെയ്യാം എന്നുള്ള രീതിയിലേക്കൊക്കെ വരാം. അപ്പൊ അപ്പോഴും നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം ടു ബ്രിങ് ഇൻ ദീസ് പീപ്പിൾ, ഹൗഎവർ ബിഗ് ഓർ സ്മോൾ. പക്ഷെ ദോസ് ടു ഹ്യൂമൻസ്, ദോസ് ടു ക്രിയേറ്റേഴ്സ്, എനിക്കൊന്ന് ആ ബ്ലെൻഡിങ് ആണ് ഒരു ഫ്യൂച്ചർ എന്ന് എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ്. ഓൾറെഡി AI തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻഫാക്ട് ടൈപ്പ് ചെയ്തിട്ട് എന്താ മൂഡ്, ആരെ പോലെ ഇരിക്കണം എന്ന് വെച്ചാൽ അത് തരുന്നുണ്ട്, പ്രോംപ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അവരെ ഇനി പൊട്ടിക്കാൻ നമുക്ക് ഇനി നമ്മൾ രണ്ട് ഫോഴ്സസ് വേണമെന്ന് ഞാൻ പറയുന്നത്. ഇനി നോക്കണം, ഇത് നോക്ക്, ഡ്രേക്കിനെ പോലെ പാട്ടോ അവിടെ അടിക്കുമ്പോൾ ഡ്രേക്കും ഏസപ്രോക്കും ചേരുന്ന പോലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രണ്ട് കമ്പോസേഴ്സ്, ഓർ രണ്ട് ആർട്ട് ഡയറക്ടേഴ്സ്, ഓർ രണ്ട് ക്യാമറമാൻ, രണ്ട് ഡയറക്ടേഴ്സ്, രണ്ട് റൈറ്റേഴ്സ്, 3-4 റൈറ്റേഴ്സ്, അങ്ങനെ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് എല്ലാരും ഭയങ്കര ധൈര്യം ഉണ്ടാവും. ഒരാളുടെ മേത്ത് മാത്രമല്ല ദാറ്റ് വെയിറ്റ് ടു ഗെറ്റ് ടു ദി ഓഡിയൻസ്. ആ വെയിറ്റ് കുറച്ച് ഷെയറും ആവും ആൻഡ് കുറച്ചും കൂടെ പീസ്ഫുൾ ആയിരിക്കും. ഐ ഫീൽ ഇറ്റ്. അതായത് എനിക്ക് ആ സ്കോർ പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം, എടാ അത് എന്റെ സോണല്ല, നീ ചെയ്യാമോ? കുഴപ്പമില്ല. അത് നമ്മൾ രണ്ടുപേരും ശരിയല്ല, നമുക്ക് മറ്റവനെ വിളിച്ചാല് ഐ തിങ്ക് ദിസ് തിങ് ഉണ്ടെങ്കിൽ പൊളിക്കും. ഇത് എന്ന് വരുന്നു, അത് അങ്ങനെയൊക്കെ പോണെന്ന് വിചാരിക്കുന്നു. ഇൻഡിപെൻഡന്റ് മ്യൂസിക് കുറച്ചൊക്കെ കയറണം, കുറച്ച് മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്യണം. എന്റെ ഇന്നർ ചൈൽഡില് കുറെ സാധനങ്ങളുണ്ട്, അതൊക്കെ പഴയ ബ്രേക്ക് ഡാൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് എവിടെയെങ്കിലും ഇടണം, ആഗ്രഹമുണ്ട്. ബട്ട് ഇവിടെ വരെ എത്തി. ശരി, അങ്ങോട്ട് വലിയ പ്ലാനുകളില്ല, ബട്ട് ബോറടിക്കാത്ത സ്ഥലത്തിരിക്കുക, ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ബോറടിക്കാതിരിക്കുക, ഒന്നിനും പിന്നാലെ ഓടാതിരിക്കുക, വരുന്നതെല്ലാം മനസ്സോർത്ത് ആക്സെപ്റ്റ് ചെയ്യുക.
അങ്ങനെ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയുള്ള ഈ ലോങ് കരിയറിന് വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും താങ്ക് യു.